ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടില് ഇസ്ലാമിക പ്രചരണം എന്ന പേരിൽ നടത്തുന്ന ഒരുപാട് സംഘടനകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ വിശ്വാസികളായ മുഅ്മിനുകളായ നമുക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാമികമാണോ, ഖുർആൻ പറഞ്ഞതാണോ, അള്ളാഹു കൽപ്പിച്ചതാണോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. പരിശുദ്ധ ഖുർആൻ പറയാത്ത ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പിൻബലം ഹദീസുകളെന്നോ ഖബറുകളെന്നോ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളുമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ്, വ്യത്യസ്തമായ ഒരു ആശയമാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്, നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ കൊണ്ട് സമ്പൂർണമായ ഒരു ആശയം നമുക്ക് കിട്ടില്ല. പരിശുദ്ധ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ഒരുപാട് ഹദീസുകളെയും ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളെയും അവലംബിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധരും ഉന്നതരും സംസ്കാര സമ്പന്നരുമായി തീരാൻ കഴിയൂ എന്ന ഒരു ധാരണ ഇന്ന് സമൂഹ മധ്യത്തിൽ നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സമ്പൂർണമായ ഒരു ആശയം നമുക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഖുർആനികമായ വെളിച്ചം എല്ലാ മേഖലകളിലേക്കും ഖുർആനാകുന്ന, എനിക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച നമ്മുടെ മൗലവി വിശദീകരിക്കുകയുണ്ടായി, ഖുർആൻ ഒരു നൂറാണ്. അദ്ദേഹത്തിന് അതിന്റെ വ്യക്തമായ ഒരു ചിത്രം അദ്ദേഹം നമുക്ക് നൽകുകയുണ്ടായി. അതെന്താന്ന് പറഞ്ഞാല്, യുക്തിഭദ്രമായ ആശയം വളരെ യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്ന ഖുർആനാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതുകൊണ്ട് ഖുർആനുൽ ഹക്കീം എന്നും ഖുർആൻ ഹിക്മത്താണെന്നും ആ ഹിക്മത്തിലൂടെയാണ് ഖുർആനിലെ ആയത്തുകൾ മുഹക്കമാണെന്നും, അതായത് മുഹക്കം എന്ന് പറഞ്ഞാൽ ഇവരെന്നെ പറയുന്ന, അതായത് ഇന്ന് അഹ്ലുസുന്നത്തിന്റെ തന്നെ വ്യാഖ്യാനാണ് എന്ത്, ആ ആയത്തിൽ തന്നെ ആശയം വ്യക്തമാകുന്ന വചനങ്ങൾക്കാണ് മുഹക്കം എന്ന് പറയാം. അതായത് കൂട്ടിപ്പിരിക്കുക എന്നാണ് അതിന്റെ നേരെ വാക്കർത്ഥം. ഒരു വസ്തുതയെ, ഒരു സംഗതിയെ കൂട്ടിപ്പിരിച്ച് ഭദ്രമാക്കി വെക്കുന്നതിനാണ് ഈ മുഹക്കമ് ഹക്കമ എന്ന്, അത് അദ്ദേഹം അതിന്റെ വിശദമായ അർത്ഥത്തിൽ അത് വിശദീകരിച്ചു. അപ്പൊ ഖുർആനിനെ അള്ളാഹു പല പേരുകളും വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിട്ടുണ്ട്. മാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ പിന്നെ മെല്ലെ വരാം. അപ്പൊ നൂർ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നൂർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വെളിച്ചം നൽകുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ ഏത് ഇരുട്ടിലേക്കും ഏത് ഇരുട്ടുകളെയും നീക്കാൻ പര്യാപ്തമായ ഒരു വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹം എന്താ പറയണത്, വിശുദ്ധ ഖുർആൻ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ എന്നാണ് അതിനെ ഇന്ന് മുസ്ലിം സമൂഹം പരിചയപ്പെടുത്തുന്നത്. നമസ്കാരത്തിലേക്ക് വെളിച്ചം വീശാൻ കഴിയില്ല. നോമ്പിന്റെ എല്ലാ മേഖലകളിലേക്കും ആ നൂറിനെ എത്തിക്കാൻ കഴിയില്ല. മറ്റ് പല മേഖലകളിലും, നമസ്കാരമായാലും ഹജ്ജായാലും നോമ്പായാലും മറ്റ് ഏതൊക്കെ ആരാധനാ കർമ്മങ്ങളുണ്ടോ, ഈ ആരാധനാ കർമ്മങ്ങളിലേക്കൊന്നും തന്നെ പൂർണ്ണമായിട്ടും വെളിച്ചം വീശാൻ, അവിടുത്തെ ഇരുട്ടുകൾ നീക്കി അവിടെ വെളിച്ചം വീശാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥമായിട്ട് ഇന്ന് മുസ്ലിം സമൂഹം ഖുർആനിനെ വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഖുർആനിന്റെ ഒരു വിശേഷണത്തെയാണ് ഇവിടെ മുസ്ലിം സമൂഹം അറിഞ്ഞോ അറിയാതെയോ നിഷേധിക്കുന്നത്, അതായത് അതിന്റെ നൂർ എന്ന അതിന്റെ ഗുണത്തെ. അപ്പൊ ഇത് ഹിക്മത്താണെന്ന് പറഞ്ഞു, നൂറാണെന്ന് പറഞ്ഞു, സിറാത്തും മുസ്തഖീമാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മീസാനാണെന്ന് ഖുർആനെ പരിചയപ്പെടുത്തി. മീസാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിച്ച് തൂക്കിക്കണക്കാക്കി നമുക്ക് വിശദീകരിച്ചു തരുന്ന ഗ്രന്ഥം. അപ്പൊ ഖുർആനിനെ വ്യക്തമാക്കാൻ പറ്റുന്ന ഏതൊക്കെ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ആവശ്യമുണ്ടോ ആ പേരുകളൊക്കെ ഖുർആനിനെ സംബന്ധിച്ച് പല ആയത്തുകളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്.
ഇതല്ലാത്ത പല വിശേഷണങ്ങളും ഇനി നമുക്ക് ലിബാസ് എന്ന് ഖുർആനെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആശയത്തെ മനുഷ്യർക്ക് അണിയാനുള്ള വസ്ത്രം എന്ന രൂപത്തിൽ അള്ളാഹു ചില ആയത്തുകളിൽ വിശദീകരിച്ചു. ഇപ്പോ നമുക്ക് പരിചയമില്ലാത്ത പല പദങ്ങളും ഖുർആനിനെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പല നാമങ്ങൾ ഇപ്പൊ നമുക്ക് പരിചയമുള്ളത് മീസാന് പരിചയമുണ്ട്, ഹിക്മത്ത് പരിചയമുണ്ട്, നൂറ് പരിചയമുണ്ട്, സിറാത്ത് മുസ്തഖീം പരിചയമുണ്ട്, ബുർഹാന് പരിചയമുണ്ട്, ഫുർഖാന് പരിചയമുണ്ട്. ഇങ്ങനെ പരിചയമുള്ള ഒരുപാട് പദങ്ങളുണ്ട്. ഈ പദങ്ങൾ തന്നെ ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ ഖുർആൻ അല്ലാത്ത മറ്റൊരു ആശയത്തെയോ ഗ്രന്ഥത്തെയോ മറ്റൊരു തത്വസംഹിതയോ ഖുർആൻ മനസ്സിലാക്കാൻ നാം തേടിപ്പോകേണ്ട ആവശ്യമില്ല എന്ന് ഇപ്പൊ നമുക്ക് പരിചയമുള്ള പദങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയും. ഇനി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പരിചയപ്പെടുത്താത്ത കുറെ പദങ്ങളും കൂടി നമുക്ക് ഖുർആനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്ന ചില പദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ മാ എന്നുള്ളത്, വെള്ളം എന്നുള്ളത്. ഒരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണെന്നും മുസ്ലിം പട്ടാളക്കാരുടെ കാലടികളെ മണലിൽ ഉറപ്പിച്ചു നിർത്താനും ഒരു രാത്രി സഹാബികൾക്കൊക്കെ എല്ലാം ഒന്നിച്ച് ഇഹ്തിലാമുണ്ടാവുകയും അവരെ ശുദ്ധിയാക്കാനും വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്ത ഒരു വെള്ളവുമാണ് എന്നുള്ള രൂപത്തിലാണ് ഈ ആയത്തിനെ യഥാർത്ഥത്തിൽ പരിചയപ്പെടുത്താറ്. നമ്മൾ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, കാരണം ഹദീസ് ചരിത്രം നമ്മൾ വിശദീകരിക്കാനും ചർച്ച ചെയ്യാനും നിന്നാ പിന്നെ അത് ചർച്ച ചെയ്യാനും പഠിക്കാനേ നമുക്ക് സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് തൽക്കാലം നാം പ്രവേശിക്കുന്നില്ല. കാരണം അത് അറിഞ്ഞോ അറിയാതെയോ ചില മഹാന്മാരായ ആളുകളുണ്ടാവും, അല്ലാത്ത ആളുകളുണ്ടാവും. ഈ ആളുകളെയൊക്കെ നമ്മൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ അവരുടെയൊക്കെ സ്ഥാനമാനങ്ങളും അവരുടെ മഹത്വങ്ങളും ഇകഴ്ത്തലോ അവരെ ചെറുതാക്കി കാണിക്കലോ ഒക്കെയാണ്. ഇത് നമ്മൾ പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബിയെക്കുറിച്ച് ഒരു തെറ്റായ വിവരം നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് തെറ്റായ ഒരു വിവരം നമ്മൾ പറയുമ്പോൾ അതിലൂടെ ഇസ്ലാമിന് മോശമാവുന്ന ഒരാശയം പ്രചരിപ്പിക്കുക മാത്രമല്ല, ലോകാവസാനം വരെ ആ മഹാനായ വ്യക്തി ഒരു വ്യഭിചാരിയായിട്ടോ ഒരു കള്ളനായിട്ടോ ഒരു കൊള്ളക്കാരനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാളായിട്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം അവിടുണ്ട്. അത് ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. മായിസിന്റെ ചരിത്രം എന്തുകൊണ്ട് നമ്മൾ പറയണ്ടെന്ന് പറയുമ്പോൾ, മായിസ് റളിയല്ലാഹു അൻഹു നല്ല ആളാകട്ടെ അല്ലാത്ത ആളാകട്ടെ, കാലാകാലങ്ങളിൽ സമൂഹ മധ്യത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ ഒരു വ്യഭിചാരിയായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രം കൂടുതൽ വിശദീകരിക്കാത്തത്. സഹാബികൾക്ക് ഇഹ്തിലാം ഒറ്റ രാത്രി കൊണ്ട് ഒന്നിച്ചുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അത് ഇവിടുത്തെ വിഷയമല്ല. ഇവിടെ ഈ വചനം പറയുന്നത് ഇത് യുഗശീക്കുമുന്നു ആസ അമനത്തം മിൻഹു, നിങ്ങളുടെ ആലസ്യത്തെ, കർമ്മരംഗത്തുള്ള നിങ്ങളുടെ ആലസ്യത്തെ അള്ളാഹു ഒരു നിർഭയത്വവും സുരക്ഷിതത്വവും കൊണ്ട് നിങ്ങളെ, അവനിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞ വേളയിൽ ആ പൊതിയാനുള്ള അതിനു വേണ്ടി അള്ളാഹു ഉപയോഗിച്ച ആയുധം എന്താണ് എന്നാണ് പിന്നീട് വിശദീകരിക്കുന്നത്. ഇവിടെയും ഇന്നിപ്പോ ഞാൻ ഒരു മുസ്ഹഫ് കാണാനിടയായി. മദീനയിൽ നിന്ന് അവതരിപ്പിക്കുന്ന ഒരു മുസ്ഹഫ് ഈ ആയത്തിന്റെ തുടക്കം തന്നെ അവർ അട്ടിമറിച്ചതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ആ ആയത്ത് കണ്ടപ്പോഴാണ് ഞാൻ ഇന്ന് എന്റെ വിഷയത്തെ മാറ്റി ഈ ക്ലാസ്സിൽ ഈ വിഷയമായി അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നാൻ തന്നെ കാരണം. ഞാൻ ഇവിടെ വന്ന ശേഷം ഒരു മുസ്ഹഫ് ഇങ്ങനെ നിവർത്തിയ, മദീനയിൽ നിന്ന് ഇപ്പൊ ഖുർആനിലെ തെറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഖുർആനിലെ മുമ്പ് വന്ന തെറ്റുകൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു അവതരിപ്പിക്കുന്ന ഒരു പുതിയ മുസ്ഹഫ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ആ മുസ്ഹഫിൽ ഈ ആയത്ത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ഇത് യഗ്ശാക്കും അന്നുആസു അമനത്തൻ എന്നാക്കി അതിന്റെ കർമ്മത്തെയും അതിന്റെ കർത്താവിനെയും ഒക്കെ മാറ്റിക്കൊണ്ട് അതിന്റെ മഹത്തായ ഒരു ആശയത്തെ അട്ടിമറിക്കുന്ന രൂപത്തിൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ഹദീസുകളിൽ മാത്രമല്ല ഖുർആനിലേക്കും ഇവരുടെ കൈ കടത്താനുള്ള ശ്രമം ഈ ആധുനിക കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടെന്ന. ഇതിന്റെ ലക്ഷ്യം വളരെ വലിയ ലക്ഷ്യമാണ്. അതെന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഹദീസുകളിൽ ഇത്രയും വൈരുദ്ധ്യങ്ങളും പിന്നെ ഭാഷാ തെറ്റുകളും വിരോധാഭാസങ്ങളും നീതിക്കും യുക്തിക്കും യോജിക്കാത്തതുമായ ഒരുപാട് നിയമസംഹിതകളുണ്ട് എന്ന് ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അങ്ങനെയാണ് ഈ ഖുർആനിലും അങ്ങനെയുണ്ടല്ലോ,
ഖുർആനിലും അങ്ങനത്തെ ഭാഷാ തെറ്റുകളുണ്ട്, യുക്തിരഹിതമായ ആശയങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി വളരെ ബോധപൂർവം അവതരിപ്പിക്കുന്ന ഒരു ഹിഡൻ അജണ്ടയാണ് ഈ ഖുർആനിലെ തെറ്റുകൾ. ഒരുപാട് തെറ്റുകൾ. കുൽ റബ്ബി എന്നുള്ളിടത്ത് കാല റബ്ബി എന്നാക്കണം, അല്ല കാല റബ്ബി എന്നുള്ളിടത്ത് കുൽ റബ്ബി എന്ന് മാറ്റണം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ ഇങ്ങനെ തെറ്റുകൾ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന ആയത്തുകൾ ഇവർ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ആ മുസ്ഹഫ് വായിച്ച് എവിടുന്നെങ്കിലും എന്റെ ഈ പ്രസംഗം ശ്രവിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, എന്റെ സഹോദരങ്ങൾ ആ മുസ്ഹഫ് എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ആയത്ത് തന്നെ, ഇപ്പൊ ഈ സൂറത്തു അൻഫാലിലെ ഈ ആയത്ത് തന്നെ അവര് ഇത് യുഗശീക്കുമുന്നു ആസ അമനത്തൻ എന്നുള്ള ഈ ആയത്തിനെ ഇത് യഗശാക്കുമുന്നു ആസു അമനത്തൻ എന്നാക്കി. അതായത് ആലസ്യമാണ് അവരിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാക്കി തീർത്തിരിക്കുന്നത് എന്ന രൂപത്തിൽ നുആസിനെ കർത്താവായും അമനത്തൻ എന്നുള്ളതിനെ കർമ്മമായിട്ടും ഈ അള്ളാഹു എന്നുള്ള കർത്താവിനെ മാറ്റി നുആസിനെ കർത്താവാക്കുകയും അമനത്തിനെ മഫൂലാക്കി കർമ്മമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടുള്ള ഈ ഒരു അട്ടിമറി. അപ്പൊ അള്ളാഹു മനുഷ്യരുടെ ആലസ്യത്തെ കർമ്മരംഗത്തുള്ള ഈ നുആസിനെ അവൻ സുരക്ഷിതത്വം കൊണ്ട് അമാനുകൊണ്ട് അവരെ പൊതിഞ്ഞു. എങ്ങനെയെന്നാണ് പിന്നീട് അള്ളാഹു വിശദീകരിക്കുന്നത്. യുനസ്സിലു അലൈക്കും മിനസ്സമായി മാ, നിങ്ങൾക്ക് ഉപരിഭാഗത്ത് നിന്നൊരു വെള്ളം ഇറക്കി തന്നുകൊണ്ട്. അതാണ് അള്ളാഹു ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ഖുർആനികമായ ഈ രൂപത്തിലുള്ള ഖുർആനിലെ തെറ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ടുള്ള ഈ പുതിയ രംഗത്ത് പ്രവേശനം നാം വളരെ സൂക്ഷിക്കേണ്ട, വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണെന്ന് ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് സൂചിപ്പിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു വയുനസ്സിലു അലൈക്കും മിനസ്സമായി മാ, നിങ്ങൾക്ക് അള്ളാഹു ഉപരിഭാഗത്ത് നിന്നൊരു വെള്ളം ഇറക്കി തന്നിരിക്കും. ഈ യുതഹിറക്കും ബിഹി, അതുകൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി, നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഇവിടെ മാനസികമായ ഒരു ശുദ്ധീകരണമാണ്. ഖുർആൻ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തഹൂറാകുക, പരിശുദ്ധരാകുക എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്ന പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം, മാനസികമായ ശുദ്ധീകരണം. അല്ലാതെ ശാരീരികമായ കൈയിന്റെയോ കാലിന്റെയോ അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ചില്ലറ ഭാഗങ്ങളുടെ ശുദ്ധീകരണം ഖുർആനിന്റെ ചർച്ചയാകാവുന്നത് നല്ലതുമാണ്. പക്ഷെ ആത്യന്തികമായ ചർച്ച അതല്ലാതെ ഞാൻ സൂചിപ്പിക്കണം. ആത്യന്തികമായി പരിശുദ്ധ ഖുർആനിന്റെ ചർച്ച എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ പ്യൂരിഫിക്കേഷൻ, അവന്റെ കർമ്മവും അവന്റെ ചിന്തയും അവന്റെ മനസ്സും ഇതിനെ മുഴുവനായിട്ടും ശുദ്ധീകരിക്കുക എന്നതാണ് ഖുർആനിന്റെ മഹത്തായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇതിനെ കേവലം കൈയിന്റെയോ കാലിന്റെയോ വിരലിന്റെയോ എവിടെയെങ്കിലും കുറച്ച് അഴുക്കുണ്ടെങ്കിൽ അത് നീക്കണ്ടെന്നല്ല, അത് നീക്കൽ അത്യാവശ്യമാണ് ആ വ്യക്തിയെ സംബന്ധിച്ച്. പക്ഷെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ദൈവീക ഗ്രന്ഥം അതിനേക്കാളൊക്കെ വളരെ മഹത്തായ, വളരെ അത്യുന്നതമായ ഒരു ആശയമാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണല്ലോ ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ ശുദ്ധീകരിക്കുക എന്നുള്ള പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തതഹിരീൻ എന്ന് പറയുന്ന, അള്ളാഹു മുത്തഹിരീൻ എന്ന് പറയുന്ന ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ശാരീരികമായ ശുദ്ധി എന്നുള്ള അതിന്റെ ഒരു ചെറിയ തലത്തിലുള്ള അർത്ഥം എടുക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്താപരമായി, വിശ്വാസപരമായി, കർമ്മപരമായി മനുഷ്യന്റെ മുഴുവനുള്ള ശുദ്ധീകരണത്തിനാണ് അള്ളാഹു ആ പറഞ്ഞത് എന്ന് പറയുന്നത്. സൂറത്ത് 2:107 അൽ ബഖറയിൽ മഹീലിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നതും അതാണ്. ഞാൻ പറഞ്ഞു അവിടെ അതല്ലെങ്കിൽ ഒരു ശാരീരികമായ അശുദ്ധിയെക്കുറിച്ചാണ് അവിടെ ചർച്ചയെങ്കിൽ അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ തഹൂർ എന്നുള്ള ഭാഗം മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയണം. അവിടെ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ കർമ്മപരമായ, വിശ്വാസപരമായ, ആശയപരമായ എല്ലാ തെറ്റുകളിൽ നിന്നും തിരിച്ചു വരികയും എന്നിട്ട് അങ്ങനെ പ്യൂരിഫൈ, അങ്ങനെ ശുദ്ധീകരണം നേടുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതാണ് അതിന്റെ വിശാലമായ താല്പര്യം. ആ വിശാലമായ താല്പര്യം വരുമ്പോൾ അതിൽ മനുഷ്യന്റെ കൈവിരലുകൾ, കാല്, ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ ശുദ്ധിയാക്കുക എന്നുള്ളത് അതിന്റെ ചെറിയൊരർത്ഥത്തിൽ വരുമ്പോൾ അത് പെടും. കാരണം ആ തലത്തിലേക്ക് അവൻ ഉയരുമ്പോൾ അവൻ സ്വാഭാവികമായും അവനിൽ നിന്നുണ്ടാവുന്ന കർമ്മമായി മാറും. അവൻ പിന്നെ അഴുക്ക് പുരണ്ട അങ്ങാടിയിലൂടെ നടക്കുകയില്ല.
അപ്പൊ ആത്യന്തികമായി പരിശുദ്ധ ഖുർആൻ ലക്ഷ്യം വെക്കുന്ന തഹൂർ, പരിശുദ്ധി, പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായി ഏറ്റവും ഉന്നതമായ ലെവലിൽ ചിന്തിക്കുമ്പോൾ അവന്റെ മാനസികമായ, അവന്റെ ആശയപരമായ, അവന്റെ കർമ്മപരമായ ഈ പ്യൂരിഫിക്കേഷൻ, ഈ ശുദ്ധീകരണം. അപ്പൊ അതിന് പറ്റിയ ഒരു വെള്ളം, ഈ വെള്ളത്തെ, അല്ലാതെ ഇത് ഞാൻ സൂചിപ്പിച്ചല്ലോ അതിന്റെ തുടക്കത്തിൽ, ഒരു രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി സ്തംഭടിച്ച മുഴുവൻ സഹാബികൾക്കും ഒറ്റ രാത്രി കൊണ്ട് ഇഹ്തിലാമുണ്ടായി അവരെ മുഴുവൻ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു വെള്ളം ഇറക്കിക്കൊടുത്തു എന്ന ഈ ഒരു സങ്കല്പ കഥ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ഒരു മഹാന്മാരായ, അത്യുന്നതന്മാരായ പ്രവാചകന്മാരുടെ സഹാബികളെ കുറിച്ച് മോശമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ മുക്തരാവുകയും അതോടൊപ്പം തന്നെ ലോകത്തിന് ഗുണകരമായി ഇത്രയും ഉന്നതമായ ഒരു സംസ്കാരം, വളരെ മഹത്തരമായ ഒരു ആശയം ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ ഖുർആൻ അവതരിപ്പിക്കും? മനുഷ്യരെ നിങ്ങളെ പൂർണ്ണമായിട്ട്, നിങ്ങളെ വിശ്വാസപരമായി, നിങ്ങളെ കർമ്മപരമായി, നിങ്ങളെ ആശയപരമായി ശുദ്ധീകരിക്കുന്ന, അതിന് പറ്റിയ ഒരു അതിന് പറ്റിയ ഒരു വെള്ളം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കും. ആ വെള്ളമാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് അള്ളാഹുവിന്റെ ആശയം. ആശയപരമായി, വിശ്വാസപരമായി, കർമ്മപരമായി മനുഷ്യരെ മുഴുവൻ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു വെള്ളം. പിന്നെ ആ വെള്ളത്തിന്റെ ഗുണം അള്ളാഹു പറയുന്നു, വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ. ശൈത്താന്റെ മ്ലേച്ഛതകൾ, തിന്മകൾ, ദൂഷ്യങ്ങൾ, അതിൽ നിന്ന് അത് നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാം. ഇത് നിങ്ങൾക്കറിയാം. ലോകത്ത് വന്ന ആദം തൊട്ട് വന്ന പ്രവാചകന്മാരെയോടൊക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്റെ മാർഗദർശനം വന്നു കിട്ടും. ഇപ്പൊ പിശാച് അദ്ദേഹത്തെ പിഴപ്പിച്ചു എന്നാണ് ആദമിന്റെ ചരിത്രം പറയുന്നിടത്ത് പറയും. ആ ആദമിനോട് പറഞ്ഞത് എന്താണ്? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ. പിശാച് പ്രതിജ്ഞയെടുത്തത് അതാണ്. അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും എല്ലാ ഭാഗത്തുകൂടിയും ഞാൻ അവരുടെ അടുത്ത് പോയി നിന്റെ ആശയത്തിൽ നിന്ന് ഞാൻ അവരെ പിഴപ്പിക്കും, അവരെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവരും. ഇത് പിശാചിന്റെ ഒരു പ്രതിജ്ഞയാണ്. അപ്പോ ഈ എല്ലാ പ്രവാചകന്മാരോടും നിങ്ങൾ പിന്തുടരരുത്, രിജിസുകള്, പൈശാചികമായ ചിന്തകളെ പിന്തുടരരുതെന്നും അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാനും അതിൽ നിന്ന് നിങ്ങൾക്ക് പരിശുദ്ധരാകാനും എന്റെ മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടുമെന്നും ഈ പിശാചിന്റെ തന്നെ പ്രതിജ്ഞയോട് അള്ളാഹു പ്രതികരിച്ചതാണ്. എന്റെ ആശയത്തെ പിൻപറ്റുന്ന, എന്റെ ഗൈഡൻസിനെ, എന്റെ മാർഗനിർദ്ദേശത്തെ പിൻപറ്റുന്ന ആളുകളെ നിനക്ക് പിന്തിരിപ്പിക്കാനോ നിനക്ക് നിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനോ സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പൈശാചിക ചിന്തകളിൽ നിന്ന് മനുഷ്യനെ ശരിയായ ചിന്തയിലേക്ക്, അവന്റെ രുചിയിൽ നിന്ന് മുക്തനാക്കി ശരിയായ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹു അവതരിപ്പിക്കുന്ന ആശയം എന്ന് പറയുന്നത് അവന്റെ മാർഗദർശനമാണ്, അവന്റെ ഗൈഡൻസാണ്, അല്ലാതെ മഴവെള്ളമല്ല. മഴവെള്ളം കൊണ്ട് പിന്നെ പൈശാചികമായ രുചികളെ നീക്കം ചെയ്യാൻ പറ്റിയ ചരിത്രം ഖുർആനിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയില്ല. മഴവെള്ളം കൊണ്ട് ഭൂമിയിൽ കൃഷി ഉൽപ്പാദിപ്പിച്ച ചരിത്രം ഖുർആൻ വിശദീകരിക്കാറുണ്ട്. അല്ലാതെ പൈശാചികമായ രുചികൾ, ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അഴുക്കുകളെയും മ്ലേച്ഛതകളെയും മുഴുവൻ നീക്കാൻ പറ്റിയ ഒരു വെള്ളം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ വെള്ളമായ പരിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ അവന്റെ സന്ദേശമാകുന്ന അവന്റെ മാർഗദർശനങ്ങൾക്കാണ് ആ വെള്ളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അല്ലാതെ പിശാചിന്റെ രുചിസുകളെ, അഴുക്കുകളെ, അവന്റെ തിന്മകളെ മനുഷ്യനിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി മഴവെള്ളം ഇറക്കി കൊടുത്തതുകൊണ്ട് പരിഹാരമാവുമെന്ന് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനവും നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഈ ഏതാണ് അള്ളാഹു ഇറക്കി തന്ന ഈ വെള്ളം എന്ന് എന്റെ കേൾവിക്കാരായ എന്റെ സുഹൃത്തുക്കൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ, അപ്പൊ ഈ വെള്ളത്തിന്റെ ഗുണങ്ങളാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പൊ രണ്ട് ഗുണം: ഒന്ന്, നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി; രണ്ട്, പിശാചിന്റെ അഴുക്കുകൾ, മാലിന്യങ്ങൾ, അവന്റെ തിന്മകൾ നിങ്ങളിൽ നിന്ന്. അതാണ് ആദമിനോട് പറഞ്ഞത്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്നുള്ള ഗൈഡൻസ്, എന്നിൽ നിന്നുള്ള മാർഗനിർദ്ദേശം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ഫമൻ തബിഅ ഹുദായ, ആ മാർഗനിർദ്ദേശത്തെ ആര് പിന്തുടരുന്നുവോ, ആര് ഫോളോ ചെയ്യുന്നുവോ, അവന്
ഈ പൈശാചികമായ തിന്മകളോ പ്രവർത്തനങ്ങളോ അവനെ ബാധിക്കുകയില്ല. എന്റെ ഗൈഡൻസിനെ ഫോളോ ചെയ്യുക, എന്റെ ഗൈഡൻസിനെ പിന്തുടരുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഭയപ്പെടുകയോ വ്യാകുലപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യണ്ട എന്ന് പറഞ്ഞ ആ ഹുദയാണ് ഈ മാവ്. അതിന് രിജുഷ ശൈത്താൻ പൈശാചികമായ അഴുക്കുകളെ നീക്കാൻ പറ്റിയ വെള്ളം, അത് അള്ളാഹുവിന്റെ ഗൈഡൻസ് ആവുന്ന ഖുർആനാണ്, മാർഗനിർദ്ദേശമാവുന്ന പരിശുദ്ധ ഖുർആനാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാൻ. പിന്നെ വലിയ അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം അടുപ്പിക്കാൻ, ജോയിൻ ചെയ്യാം. അതും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. അള്ളാഹുവിന്റെ ഈ നിഅമത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് അള്ളാഹു ഇറക്കി തന്നിട്ട് ആ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ പരസ്പരം ഏകോദര സഹോദരങ്ങളായിട്ട്, സുഹൃത്തുക്കളായിട്ട്, ഇഖ്വാന, നിങ്ങൾ സഹോദരങ്ങളായി മാറിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ മനുഷ്യ മനസ്സുകളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട്, പരസ്പരം ഇണക്കിക്കൊണ്ട് അവരെ ഇഖ്വാനുകളാക്കി, അവരെ സഹോദരങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു വെള്ളം പരിശുദ്ധ ഖുർആൻ കൊണ്ടല്ലാതെ മഴവെള്ളം കൊണ്ട് കഴിയില്ല എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മഴവെള്ളം പിന്നെ മഴ പെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് മഴ വർഷിച്ചതുകൊണ്ട് ശത്രുതയുള്ള ആളുകൾ മിത്രങ്ങളായ ചരിത്രം ഉണ്ടാവില്ല. എവിടെങ്കിലും ഇനി ഒറ്റപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിട്ടൊന്നും അറിയില്ല. വല്ല കൃഷിയുടെ വെള്ളത്തിന്റെ വല്ല ശത്രുതയും ഉണ്ടായിട്ട് അങ്ങനത്തെ വല്ല ഒറ്റപ്പെട്ട വല്ല പ്രശ്നങ്ങളും ഉണ്ടാകാതെ ലോകാടിസ്ഥാനത്തിൽ, വ്യാപകമായ അടിസ്ഥാനത്തിൽ ഒരാശയം കൊണ്ടല്ലാതെ മനുഷ്യ മനസ്സുകളെ യോജിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഒരു രാജ്യത്ത് കുറച്ച് മഴവെള്ളം കിട്ടി എന്നതുകൊണ്ട്, റെയിൻ വാട്ടർ, മഴവെള്ളം ഒരു രാജ്യത്ത് കുറച്ച് അള്ളാഹു ഇറക്കി കൊടുത്താൽ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ അവരുടെ ഹൃദയങ്ങളെ പരസ്പരം യോജിപ്പിക്കാനും അടുപ്പിക്കാനും കഴിയുക എന്ന് പറയുന്നത് അത് ഒരു വ്യാപകമായ അർത്ഥത്തിലൊന്നും, ഒരു ഒറ്റപ്പെട്ട കോടികളിലോ ഒക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവം, ഏതെങ്കിലും ചില്ലറ ഒരു വെള്ളത്തിന്റെ പ്രശ്നത്തിൽ ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർന്നിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. അപ്പൊ മനുഷ്യരുടെ ഹൃദയങ്ങളെ പരസ്പരം അടുപ്പിക്കാനും യോജിപ്പിക്കാനും അങ്ങനെ അവരെ സഹോദരങ്ങളാക്കാനും പറ്റിയ ഒരു വെള്ളം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ, അവന്റെ മാർഗനിർദ്ദേശമാവുന്ന, അവന്റെ ഗ്രന്ഥമാവുന്ന ആ വെള്ളം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ അതിന് പറ്റിയൊരു വെള്ളം. ഇനി അതിന്റെ ഗുണം എന്താണ്? നിങ്ങളുടെ നിലപാടുകൾ, കാലടികൾ ഉറപ്പിച്ചു നിർത്താൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലപാടുകൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വളരെ ഉറച്ച ഒരു തീരുമാനവും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക്, അതാണ് കാലടികൾ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത്. അത് ഖുർആനിൽ സബ്ബത്ത് ഉപയോഗിച്ച ഭാഗം. സൂറത്ത് ഇബ്രാഹിം, നേരത്തെ എന്റെ മുൻ ക്ലാസ് എടുത്ത അവരെ സൂറത്ത് ഇബ്രാഹിം വിശദീകരിച്ചു. ആ വിശദീകരിച്ച യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്, സ്ഥിരവചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അള്ളാഹു സ്ഥിരമാനസരാക്കും. അല്ലാതെ നമ്മുടെ ഭൂമിയിൽ കാലുറക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏത് ഭാഷയിലും ഉപയോഗിക്കുന്നത് കാല് നിലത്തുറക്കണീനൊന്നുമല്ല. അവന്റെ കാല് ഉറപ്പില്ല എന്ന് പറയുന്നത് ഏത് ഭാഷയിലും ഉപയോഗിക്കുന്നതും അവന്റെ നിലപാടുകൾ, അവന്റെ ആശയം, ഏത് പ്രശ്നങ്ങളിലും അവന്റെ നിലപാടുകൾ വളരെ ദൃഢമായി ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു നിലപാടില്ലാത്ത വ്യക്തികളാണ്. അവനൊരു കാലുറപ്പില്ലാത്ത ആളാണ് എന്ന് പറയുന്നത്. അവന് ഒരു ഉറച്ചു നിൽക്കൂല എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടി ഭൂമിയിലൂടെ നല്ല ഉറച്ച കാലടികളുമായി മുന്നോട്ട് നടക്കുന്ന ആളെ കുറിച്ചും അവന് ഒരു ഉറച്ച നിലപാടില്ലാത്ത ആളാണെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഭൂമിയിൽ കാലുറച്ചിട്ടില്ല എന്നല്ല. പക്ഷെ ആ രൂപത്തിലാണ് ഇന്ന് വ്യാഖ്യാനിച്ചത്. അതാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നത്. അവിടുത്തെ മണലിൽ പോലെ കാലുറക്കാത്തപ്പോ മഴ ഇറക്കി കാലുറപ്പിച്ചു കൊടുത്തു എന്നുള്ള രൂപത്തിൽ, അതാണ് ആ ഹദീസുകൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ ആശയം സൂചിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു വ്യാഖ്യാനം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് അത് ശരിയല്ല. നല്ല ഉറച്ച കാലടികളോടുകൂടി നടന്നു പോകുന്ന വ്യക്തിയെയും ജീവിതത്തിൽ തന്റെ നിലപാടുകളിൽ വ്യക്തമായ ഒരു ഉറച്ച തീരുമാനമില്ലാത്ത ആളുകളെ കുറിച്ച് സാധാരണ ഏത് ഭാഷയിലും പറയാണ്ട് അവൻ വ്യക്തമായ ഒരു നിലപാടില്ലാത്ത ആളാണ്. അങ്ങനെ വ്യക്തമായ ഒരു നിലപാട് തരാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം, ഒരാശയം, അത് ഖുർആനും ദൈവികമായ ആശയവും മാത്രമേ ഉള്ളൂ. ഹദീസുകൾക്കോ മറ്റു മുത്തശ്ശി കഥകൾക്കോ ഒന്നും മനുഷ്യർക്ക് വ്യക്തമായൊരു നിലപാടോ വ്യക്തമായ ഒരു ആശയമോ നമുക്ക് പ്രദാനിക്കാൻ കഴിയില്ല. അതാണ് സൂറത്ത് ഇബ്രാഹിം അല്ലാഹു പറഞ്ഞത്, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. അല്ലദീന ആമനു,
ഈ രണ്ട് രൂപത്തിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടായാലും ശരിയാണ്. സ്ഥിരവചനങ്ങൾ കൊണ്ട് അള്ളാഹു മുഅ്മിനീങ്ങളെ സ്ഥിരമാനസരാക്കുമെന്നും സ്ഥിരവചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അള്ളാഹു സ്ഥിരമാനസരാക്കുന്നു. രണ്ടായാലും ശരി. അപ്പൊ സ്ഥിരമായ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അള്ളാഹു സ്ഥിരമാനസരാക്കും. എവിടെ? ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറത്തി. ഏറ്റവും പ്രസന്റായ ജീവിതത്തിലും അന്തിമമായ അവന്റെ ജീവിതത്തിലും അവനൊരു ഉറച്ച നിലപാട്. അപ്പൊ തസ്ബീത്ത്, നമ്മൾ ഖബർ മരിച്ചു കഴിഞ്ഞിട്ടില്ല തസ്ബീത്തല്ല. അവിടെയും ശരിക്കും ഇവര് ആ തസ്ബീത്തും ഇത് തന്നെയാണ് പറയുന്നത്. അവിടെയും അവനും കടന്നോടത്ത് കാലടി ഉറപ്പിക്കാന്നൊന്നുമല്ല. അവിടുത്തെ തസ്ബീത്തും യഥാർത്ഥത്തിൽ ശരിക്കും അവർക്കൊരു വ്യക്തമായ ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ വ്യക്തമായി ഉത്തരം പറയാൻ പറ്റുന്ന ഒരു നിലപാട് കൊടുക്കണം തന്നെയാണ്. അവരിപ്പോ ഹദീസുകളിൽ വ്യാഖ്യാനിക്കുന്ന ആ സബ്ബത്ത എന്നുള്ള വാക്ക് തന്നെ. പക്ഷെ അത് ഭാഷാപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറത്തി വയുളില്ലുല്ലാഹുൽ ളാലിമീന. കണ്ടോ ശേഷം പറയുന്നത് യുളില്ലുൽ-ളാലിമീന, എന്നാൽ അക്രമികളായ ആളുകൾ. അള്ളാഹുവിന്റെ വചനത്തിനോട് അതിക്രമവും ക്രൂരതയും കാണിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ നിലപാട് കൊടുക്കാതെ അതിൽ നിന്ന് ആ വഴിയിൽ നിന്ന് അവനെ തെറ്റിച്ചു. അപ്പൊ ശരിയായ പാതയിലൂടെ വ്യക്തമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് യുസബ്ബിത്തു എന്ന വേർഡിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ ഗുണങ്ങൾ മുഴുവനുള്ള ഏതൊക്കെ? മനുഷ്യനെ എല്ലാവിധ തിന്മകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും കഴുകി വൃത്തിയാക്കി അവനെ പ്യൂരിഫൈ ചെയ്യാൻ, അവനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു വെള്ളം. അതുപോലെ തന്നെ പൈശാചികമായ തിന്മകൾ, മ്ലേച്ഛതകൾ, അഴുക്കുകൾ അവനിൽ നിന്ന് നീക്കാൻ പറ്റിയ ഒരു വെള്ളം. അതുപോലെ തന്നെ മനുഷ്യരുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ പരസ്പരം യോജിപ്പിക്കാനും അടുപ്പിക്കാനും അങ്ങനെ അവർ മനുഷ്യരൊക്കെ ഒന്നാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കാനും പറ്റിയൊരു വെള്ളം. അവന്റെ ജീവിതത്തിൽ നിലപാടുകൾ, ഉറച്ച നിലപാടുകൾ നൽകാൻ പറ്റിയ, തീരുമാനങ്ങൾ നൽകാൻ പറ്റിയ, വഴി തെറ്റാത്ത ഒരു നേരായ പാതയിലൂടെ പോകാൻ പറ്റിയ ഒരു നിലപാട് അവനിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റിയ ഒരു വെള്ളം. അത് ഒരു സാധാരണ വെള്ളമല്ല. അത് ദൈവികമായ അള്ളാഹുവിന്റെ ഗ്രന്ഥം ആവുന്ന, അവന്റെ ആശയമാവുന്ന, അവന്റെ കൽപ്പനകളാവുന്ന ഈ ഗ്രന്ഥത്തെ, ഈ ഖുർആനിനെ, ഈ ഗൈഡൻസിനെ, ഈ ആശയത്തെ ഉദ്ദേശിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാതെ ഒരു സാധാ മഴവെള്ളമല്ല. അപ്പൊ അതാണ് അത് ഈ ആയത്തന്നെ സൂറത്ത് ഇബ്രാഹിമിൽ ഈ വചനം തന്നെ ഉദ്ധരിക്കുന്നത് രണ്ട് ആശയത്തിന് പരസ്പരം ഉപമകൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഒരു ശക്തമായ, സത്യസന്ധമായ, പൂർണ്ണമായും സത്യം ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തെ, ദൈവികമായ ആശയത്തെ ഒരു വടവൃക്ഷത്തോടും ഭൂമിയിൽ വേരുറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തോടും അള്ളാഹുവിന്റെ ആശയമല്ലാത്ത ആശയങ്ങളൊക്കെ ഭൂമിയിൽ വേരുറക്കാത്ത ഒരു കാറ്റിന്റെ, ഒരു ചെറിയ കാറ്റിൽ തന്നെ പിഴുതെറിയപ്പെടുന്നതായ ഒരു ആശയത്തെയും ഉപമിച്ച ശേഷമാണ് തൊട്ട വചനമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി. അപ്പൊ ബി എന്നുള്ള അക്ഷരത്തിന്റെ തഅല്ലുഖ് എന്നാണ് അതിനെ അറബിയിൽ ഞങ്ങൾ പറയല്. അതിന്റെ ബന്ധം ബിൽ ഖൗലി സാബിത്തിയിൽക്കും ആകാം, ആമനു എന്നാകാം. അതായത് സ്ഥിരവചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അള്ളാഹു സ്ഥിരമാനസരാക്കുമെന്നോ അല്ലെങ്കിൽ സ്ഥിരമാനസരായ ആളുകളെ അള്ളാഹു സ്ഥിരവചനങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുമെന്നോ രണ്ട് രൂപത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായാലും ബിയുടെ താലൂക്ക് അധികവും ബിൽ ഖൗലി സാബിത്തി എന്നൊരു ചെറിയൊരു ഭാഷ വിശദീകരണമുള്ളൂ. സ്ഥിരവചനത്തിൽ വിശ്വസിക്കുന്ന, അതായത് പരിശുദ്ധ ഖുർആനിലെ ദൈവികമായ വചനത്തിൽ വിശ്വസിക്കുന്ന, അതാണ് ഭൂമിയിൽ വേരുറച്ച ആ മരം. അതിൽ വിശ്വസിക്കുന്ന ആളുകളെ അള്ളാഹു സ്ഥിരമാനസരാക്കി നിർത്തും. അതാണ് വയുസബ്ബിത്തു ബിഹിൽ അഖ്ദാം എന്ന് പറഞ്ഞത്. ആ കാലടികളെ ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഗ്രന്ഥവും അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. കുളിച്ച് കുട്ടപ്പന്മാരായി, നല്ല സുമുഖന്മാരായി, നല്ല അത്തർ പൂശി നടക്കാത്തതല്ല മനുഷ്യന്റെ പ്രശ്നം. മറിച്ച് ലോകത്തിന്റെ പ്രശ്നം എന്താണ് ചോദിച്ചാൽ, മാനവരാശിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ മനസ്സ് നന്നാകാത്തതാണ്. അവന്റെ മനസ്സിൽ നിന്ന് അവന്റെ മനസ്സ് മലിനമാവുകയും മലിനമായ മനസ്സിൽ നിന്ന് അക്രമവും ചതിയും വഞ്ചനയും ക്രൂരതയും അസമാധാനവും അരക്ഷിതാവസ്ഥയും ലോകത്ത് സൃഷ്ടിക്കുകയും തന്റെ സഹജീവിയെ കാണാതിരിക്കുകയും തന്റെ സഹജീവികളുടെ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുക്കുകയും അവനോട് അനീതി കാണിക്കുകയും ചെയ്യുക. ഇങ്ങനെ വിശ്വാസരംഗത്ത് അവന്റെ ആത്മീയ രംഗത്ത് അവന് വരുന്ന ച്യുതിയാണ്, മാലിന്യമാണ്. അതാണ് നജസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നുള്ള പരിശുദ്ധിയാണ് തഹൂർ, മുതത്തഹിർ, താഹിർ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ലാ തഖ്റബു സ്വലാത്ത വ അന്തും സുക്കാര ഹത്താ തഅലമു മാ തഖൂലൂന. നമസ്കാരത്തെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലാത്ത ലഹരി ബാധിച്ച അവസ്ഥയിൽ സമീപിക്കരുത്. ഇതാണ് അവര് കൊടുത്ത അർത്ഥം. നിങ്ങൾ ലഹരി ബാധിതരായിരിക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് എന്നാണ് ഇതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, ഒരു നമസ്കാരക്കാരന് ലഹരി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതായത് പറയുന്നത് എന്താണെന്ന് അറിയുന്ന രൂപത്തിൽ ലഹരി ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം പറയുന്നത് എന്താണെന്ന് അറിയാത്ത രൂപത്തിൽ നിങ്ങൾ ലഹരി ബാധിച്ചുകൊണ്ട് സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ, നാം എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി അറിയുന്നത് വരെ അറിയുന്ന നിലക്ക് ലഹരി ബാധിക്കാത്ത നിലക്ക് ലഹരി ഉപയോഗിക്കാമെന്ന് വരുന്നു. അപ്പോൾ ലഹരി ബാധിക്കാൻ, ലഹരി ഉപയോഗിക്കാൻ ഒരു മുസ്ലിമിന് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ഇവർ പറയുക ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അത് അനുവദിക്കപ്പെട്ടിരുന്നു എന്നും, അതായത് ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ ആ സമൂഹം കള്ള് കുടിച്ചിരുന്നു എന്നും, അതുകൊണ്ട് കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കാൻ വരരുത്, അതായത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി അറിയുന്നത് വരെ അറിയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാത്ത ആ നിലയ്ക്ക് ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ ആചാരാനുഷ്ഠാനമായ ഈ നമസ്കാരത്തെ സമീപിക്കരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നിവർ വിശദീകരിക്കും. അപ്പൊ ഇത് ചോദിച്ച അവർ പറയുന്ന ന്യായതാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ കള്ളു കുടിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്നു എന്നും പിന്നീട് ഈ അനുവാദം എടുത്തു കളഞ്ഞു എന്നും മറ്റൊരു വചനത്തിലൂടെ ഈ വചനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ദുർബലപ്പെടുത്തി കളഞ്ഞു, ഈ വചനത്തിന്റെ വിധിയെ ദുർബലപ്പെടുത്തി കളഞ്ഞു. നസ്ഖ് എന്നാണ് അവരിതിന് പറയാറുള്ളത്. സത്യത്തിൽ നസ്ഖ് എന്നുള്ള ഒരു വിഷയം തന്നെ വേറെ സംസാരിക്കേണ്ടതുണ്ട്. അതിന്റെ കാര്യം മാത്രം ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. നസ്ഖ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തുക എന്ന് ഭാഷയിലോ ഖുർആനിലോ അർത്ഥമില്ല. അത് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഇനി നസ്ഖ് വന്ന ആയത്തുകൾ മുഴുവനായും കൊണ്ടും വിശദീകരിച്ച ഒരു ക്ലാസ് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. അത് ഇനി നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഞാൻ ഒഴിവുള്ള സമയത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന വചനങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു തരാം എന്ന് ഇവിടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ നസ്ഖ് എന്ന് പറയുന്നതാണ് ഇവരെ ദുർബലപ്പെടുത്തുക. ആയത്തുകൾ, ദൈവിക വചനങ്ങൾ ദുർബലപ്പെടുത്തുക. അത് വചനങ്ങൾ കൊണ്ട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ദൈവിക വചനങ്ങളെ മനുഷ്യവചനങ്ങൾ കൊണ്ട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവിക വചനങ്ങളെ ഇവിടെ ഇല്ലാത്ത വചനങ്ങൾ കൊണ്ട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ ഖുർആനിക വചനങ്ങളിലെ വിധികളെ ഇവർ ദുർബലമാണ് എന്ന് വിധി എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് എത്രമാത്രം ശരിയാണ് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നസ്ഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അൽ കിതാബത്തു വൽ ഇസ്ബാത്തു എന്നാണ്. എഴുതുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സാധാരണ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നതാണത്. കോപ്പിക്ക് നുസ്ഖ എന്നാണ് പറയാ. കോപ്പി അടിക്കാൻ വേണ്ടി കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾ കോപ്പി എടുക്കുക. ആലത്തുൻ നാസിഖ എന്ന് പറഞ്ഞാൽ കോപ്പി എടുക്കുന്ന മെഷീനാണ്. ഫോട്ടോസ്റ്റാറ്റ് മെഷീന്, ടൈപ്പ് റൈറ്റിംഗ് മെഷീന് ഒക്കെ ആലത്തുൻ നാസിഖയാണ്. നസ്ഖിന്റെ ഉപകരണമാണ്. കോപ്പിയെടുക്കാനുള്ള ഉപകരണങ്ങളാണ്, പകർത്തിയെടുക്കാനുള്ള ഉപകരണങ്ങളാണ്. കുട്ടികളോട് അധ്യാപകർ, അറബിക് അധ്യാപകർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ സദസ്സിലുണ്ടെങ്കിൽ, അറബിക് അധ്യാപകർ ബോർഡിൽ എഴുതിയിട്ട് കുട്ടികളോട് പകർത്തി എടുക്കാൻ പറയാ ഇൻസഹ് എന്നാണ്. നസഹയുടെ അമ്രായ ഇൻസഹ് എന്ന ക്രിയയാണ്. നിങ്ങൾ പകർത്തി എഴുതിക്കോളൂ, കോപ്പി ഇതിന്റെ ഈ ബോർഡിൽ എഴുതിയതിന്റെ അതേ കോപ്പി എടുത്തോളൂ എന്നാണ് പറയാറ്. മാലാകമാർ നസ്തൻസിഹു എന്ന് പറയുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നാം കോപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോ ഖുർആനിൽ നസ്ഖ് എന്നുള്ള വാക്ക് തന്നെ ഇവർ പറയുന്ന ദുർബലപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിനല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവരീ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ, ശരിയാണെങ്കിൽ കാര്യം വളരെ അത്ഭുതകരമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ വചനങ്ങൾ, ദൈവിക കൽപ്പനകൾ ദിവസം തോറും മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഈ സ്കൂൾ കുട്ടികളൊക്കെ ഒരു വർക്ക് ചെയ്തിട്ട് തെറ്റിയാൽ അത് സ്ലേറ്റിലാണെങ്കിൽ മായ്ച്ചു കളഞ്ഞ് വീണ്ടും ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കടലാസിലൊക്കെ തന്റെ ഹോംവർക്ക്, തന്റെ സ്കൂളിലെ കണക്ക് പോലെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കുകയോ തെറ്റുകയോ ചെയ്യുമ്പോൾ അത് കീറിക്കളഞ്ഞ് വേറൊന്ന് പറയുന്നത് പോലെ, തന്റെ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് അവന്റെ കൽപ്പനകൾ നാൾക്ക് നാൾ ദിവസേന മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ മാറ്റി പറയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ മാറ്റിപ്പറയുന്ന അള്ളാഹു അല്ല ഇത്. അങ്ങനെ മാറ്റിപ്പറയാൻ കഴിയില്ല എന്നുമാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. ഞാൻ എൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് കഴിയുന്നവരോട് ക്രൂരനല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങൾ, എൻ്റെ ഖൗല്, എൻ്റെ വാക്കുകൾ മാറ്റുകയില്ല. അപ്പോ മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. ഞാൻ എൻ്റെ അബീദുകളോട്, എനിക്ക് അനുസരിച്ച് എൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് കഴിയുന്ന ആളുകളോട് ഞാൻ ക്രൂരൻ അല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല? എൻ്റെ അൽ ഖൗല്, എൻ്റെ വചനങ്ങൾ ഞാൻ ഒരിക്കലും മാ യുബദ്ദലു, അതിനെ ഭേദഗതി ചെയ്യുന്ന കാര്യമേ ഇല്ല. അതിനൊരിക്കലും ഞാൻ ഭേദഗതി ചെയ്യില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വചനങ്ങളെ ഭേദഗതി ചെയ്തു, ദുർബലപ്പെടുത്തി, മാറ്റിക്കളഞ്ഞു. നിരവധി വചനങ്ങളുടെ വിധികൾ, ഇന്ന് ഖുർആനിലെ വിധികൾ നമുക്ക് ആവശ്യമില്ല. പല ഖുർആനിക വചനങ്ങളെയും പ്രവാചക വചനങ്ങൾ എന്ന് പ്രവാചകനിലേക്ക് ചേർക്കപ്പെട്ട, ആരോപിക്കപ്പെട്ട വചനങ്ങൾ കൊണ്ട് ഇവർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്റെ അടിമകൾക്ക്, തന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് കഴിയുന്നവർക്ക് ക്രൂരതയുമായിട്ടുണ്ട്. അത് അള്ളാഹു ചെയ്തതല്ല, മനുഷ്യരുണ്ടാക്കിയതാണ്. അത് ഞാൻ ഒരിക്കൽ പറയുണ്ടായി. ഖുർആനിൽ അള്ളാഹു വസിയത്ത് നിർബന്ധമാക്കി, പക്ഷേ ഇവർ വസിയത്ത് പാടില്ല എന്ന് പറഞ്ഞു. അനന്തരാവകാശിക്ക് വസിയത്ത് പാടില്ല എന്ന് ഇവർ പറഞ്ഞു. സത്യത്തിൽ വസിയത്ത് കൊണ്ട് ലാ വസിയത്തലി വാരിസിൻ എന്ന പ്രവാചകനിലേക്ക് ആരോപിക്കപ്പെട്ട ഒരു ഹദീസ്, പ്രശസ്തമായ ഒരു ഹദീസ് കൊണ്ട് ഖുർആനിൽ പറഞ്ഞ വസിയത്തിന്റെ വചനത്തെ ഇവർ ദുർബലപ്പെടുത്തി കളഞ്ഞു. സത്യത്തിൽ ഇവർ അനന്തരാവകാശത്തിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നതെങ്കിൽ പോലും ആ അനന്തരാവകാശം തന്നെ സത്യത്തിൽ അത് ക്രൂരമായി പോവുകയാണ് വിധി. ഹദീസിന്റെ പ്രവാചകനിലേക്ക് ആരോപിക്കപ്പെട്ട ആ വചനം കൊണ്ട് ദൈവിക വചനം, ദൈവിക കൽപ്പന ദുർബലപ്പെടുത്തപ്പെട്ടപ്പോൾ സത്യത്തിൽ അത് സമൂഹത്തിന് ക്രൂരതയാണ് സൃഷ്ടിച്ചത്, ക്രൂരതയാണ് ഉണ്ടാക്കി കൊടുത്തത്. അതെന്തുകൊണ്ടെന്നാൽ ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക, 2 ആൺകുട്ടികൾ, അല്ലെങ്കിൽ 3 ആൺകുട്ടികൾ, അല്ലെങ്കിൽ 4 ആൺകുട്ടികൾ, സങ്കല്പിച്ചോളൂ എത്രയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ പറയുന്ന ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടി, ഇത് ക്രൂരമായത് എങ്ങനെയാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഒന്ന്, അതിലെ ഈ 2 അല്ലെങ്കിൽ 3 എത്ര ആൺമക്കളാണെങ്കിലും അതിലൊരു മകൻ അല്ലെങ്കിൽ ഒരു കുട്ടി വികലാംഗനോ വൈകല്യമുള്ളവനോ വൈകല്യമുള്ളവനൊക്കെയാണെങ്കിൽ ഇവർ പറയുന്നത് തുല്യമായ, അപ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ് ആ പിതാവിന്റെ അനന്തരാവകാശം എന്ന് വിചാരിക്കുക. 4 ആൺകുട്ടികൾക്ക് തുല്യമായി വീതിക്കുകയാണെങ്കിൽ 50,000 വീതമാണ് അവർക്ക് കിട്ടുക, മറ്റു അവകാശികളൊന്നും ഇല്ലെങ്കിൽ. സത്യത്തിൽ മറ്റു 3 മക്കളും നല്ല സമ്പന്നരും കാശുള്ള ആളുകളും തൊഴിലുള്ളവരും, ഈ കുട്ടി മാത്രം വൈകല്യമുള്ള കുട്ടിയുമാണെങ്കിൽ
ഇവരുടെ അനന്തരാവകാശിക്ക് വസിയത്ത് പാടില്ല, തുല്യമായ വിഹിതം മാത്രമേ ലഭിക്കൂ എന്ന് പറയുമ്പോൾ അത് ഈ കുട്ടിക്ക്, ഈ തൻ്റെ പ്രജക്ക്, അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് അത് ക്രൂരമായി വരികയാണ് ആ വിധി. അപ്പൊ സത്യത്തിൽ അങ്ങനെ ഒരു വിധി, അള്ളാഹുവിന്റെ വചനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധി ഖുർആനിൽ ഉണ്ടാവുകയില്ല, അള്ളാഹു ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. ആ വചനമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ വാദം സമ്മതിച്ചാൽ തന്നെ അന്ന് അറബികൾക്ക് പടിപടിയായി ചെയ്താൽ മതിയെന്ന ആ അനുമതി, ആ വിട്ടുവീഴ്ച ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയും? അവരെന്താ അത് കൊടുക്കാത്ത? ഇന്നത്തെ സമൂഹത്തിന് പടിപടിയായി കള്ള് നിർത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു വിട്ടുവീഴ്ച ദൈവിക വിധിയിൽ ഇവർക്ക് കൊടുക്കാൻ കഴിയും? അതോട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ സത്യത്തിൽ അതിലെ വിധികളൊന്നും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ കള്ളുകുടി തന്നെയാണെന്ന് വിചാരിച്ചോളൂ. സുക്കാറാന്ന് പറഞ്ഞാൽ ഒന്നാമത് കള്ളുകുടി തന്നെ. ഇനി കള്ളുകുടിയാണ് എന്ന് വിചാരിച്ചാൽ തന്നെ, വാദത്തിന് സമ്മതിച്ചാൽ തന്നെ, ഏത് ഖുർആനിലെ ഏത് വചനമാണ് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? അത് ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയത്തിലേക്ക് ഇപ്പോ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോ ഇനി അടുത്ത വചനം ആണ്. ഈ വചനത്തിൽ ഉപയോഗിച്ച തഖൂലൂന എന്ന വാക്ക് അറബി വ്യാകരണ പ്രകാരം ദ്വിതീയ പുരുഷൻ തലത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ അസല്, തഖൂലൂന എന്നുള്ളതിന്റെ അസല് കാല എന്നാണ്. കാല എന്നുള്ള പദത്തെ വേർതിരിച്ചാൽ കവല, കാഫ് വാവ് ലാമ് എന്നാണ് ഇതിന്റെ അസല്, അതായത് വേരുകൾ. ഈ പദം സാധാരണ ഉപയോഗിക്കുക പതിവ് സംഭാഷണങ്ങൾക്കാണ്. സാധാരണ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരത്തിനാണ് തഖൂലൂന എന്ന് പറയാറുള്ളത്. ഒരു സ്ഥലത്തും തന്നെ അള്ളാഹുവിനോട് ഖുർആന് നമസ്കാരത്തിൽ, സ്വലാത്തിൽ സംസാരിക്കുന്ന അള്ളാഹുവുമായിട്ടുള്ള സംസാരത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഈ വചനം, ഈ വാക്ക്, ഈ വചനമല്ല, ഈ പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ കവല എന്നുള്ളത്, കവല എന്നുള്ളതിനെ കൂട്ടി പറയുമ്പോൾ കാല എന്നുള്ളതാകാം. ഇത് പതിവ് സംഭാഷണങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. നമസ്കാരത്തിൽ ഒരിക്കലും തന്നെ പതിവ് സംഭാഷണം അനുവദനീയവുമല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തഖ്റഊന എന്നോ തത്ലൂന എന്നോ ഖുർആനിക വചനത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാര ഹത്താ തഅലമൂ മാ തത്ലൂന എന്നോ ഹത്താ തഅലമൂ മാ തഖ്റഊന എന്നോ ഈ ഖുർആനിക വചനത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല തസ്മഊന എന്ന വാക്കും ഇവിടെ കാണുന്നില്ല. കാരണം തസ്മഊന എന്ന വാക്ക് ഉപയോഗിക്കാം ഏതാണെങ്കിൽ ഇമാമ് മഅ്മൂമുകളുമായി നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഇമാമ് ഓതുന്ന വചനങ്ങൾ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ആ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള അർത്ഥത്തിൽ തസ്തമിഊന എന്നോ തസ്മഊന എന്നോ ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോ ഈ മൂന്ന് രൂപത്തിലും ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് തഖൂലൂന എന്നുള്ളതാണ്, പതിവ് സംഭാഷണത്തെ കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് തഖൂലൂന. ഖുർആനിൽ പറഞ്ഞല്ലോ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിന് ജനങ്ങളോട് പറയുന്നു. അപ്പോൾ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ പതിവ് സംഭാഷണത്തെ കുറിച്ചാണ് കാല യഖൂലു എന്ന്, അതിൽ നിന്നുണ്ടായതാണ് തഖൂലൂന എന്നുള്ളത്. അപ്പൊ പതിവ് സംഭാഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു പദം സാധാരണ നമ്മുടെ സ്വലാത്ത്, ആചാരാനുഷ്ഠാനമായ നമസ്കാരത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. നമസ്കാരത്തിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഹംദ് ഉപയോഗിക്കും. അപ്പോ പറയേണ്ടത്, അപ്പോ
ഈ വചനം ഇങ്ങനെയാണ് ആകേണ്ടത്, ഹത്താ തഅലമൂ മാ തഹ്മദൂന. അല്ലെങ്കിൽ തസ്ബീഹ് ഉണ്ടാവും, ഹത്താ തഅലമൂ മാ തുസബ്ബിഹൂന എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഹത്താ ഖിറാഅത്ത് ഉണ്ടാവും, അപ്പൊ ഹത്താ തഅലമൂ മാ തഖ്റഊന എന്ന് പറയാം. അല്ലെങ്കിൽ തിലാവത്തുൽ ഖുർആൻ ഉണ്ടാവും, അപ്പൊ ഹത്താ തഅലമൂ മാ തത്ലൂന എന്ന് പറയാം. അല്ലെങ്കിൽ ഹത്താ തഅലമൂ മാ തദ്ഊന എന്ന് പറയാം, ദുആ ഉണ്ടെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് ഖുർആനിൽ ഉപയോഗിക്കേണ്ടത്. പക്ഷെ സത്യത്തിൽ ഇവിടെ ഖുർആനിൽ ഉപയോഗിച്ചത് ഹത്താ തഅലമൂ മാ തഖൂലൂന എന്നാണ്. തുടർന്ന് അല്ലാഹു പറയുന്നത് വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീൽ, ജനാപത്തുകാരൻ നമസ്കാരത്തെ സമീപിക്കരുത്, എന്നാൽ അവൻ യാത്രക്കാരനാണെങ്കിൽ സമീപിക്കാം എന്നും അനുവദിച്ചിരിക്കുന്നു. ഇവരങ്ങനെ പറയുന്നത് വലാ ജുനുബൻ. അപ്പോ പറയുന്നത് എന്താണെന്ന് വ്യക്തമായ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനമുണ്ടാകുന്നത് വരെ നിങ്ങൾ സലാത്തിനോട് സമീപിക്കരുത് എന്നാണ്. രണ്ടാമത് പറഞ്ഞത് വലാ ജുനുബൻ, നിങ്ങൾ ജനാപത്തുകാരനായിക്കൊണ്ടും സലാത്തിനെ സമീപിക്കരുത്. വലാ ജുനുബൻ ഇല്ല ആബിരി സബീൽ. ജുനുബൻ എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധിക്കാരൻ, അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ അശുദ്ധമായി തീരുന്നതിനാണ് ജുനുബൻ എന്ന് പറയുക എന്നാണ് പാരമ്പര്യവാദികളായ മുഫസ്സിറുകൾ, വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറയണം ഇല്ല ആബിരി സബീൽ, യാത്രക്കാരനാണെങ്കിൽ നമസ്കാരത്തെ സമീപിക്കാം. പിന്നെ വലിയ അശുദ്ധിക്കാരനാണെങ്കിലും, അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ അശുദ്ധിയുള്ളവനായിരുന്നാണെങ്കിലും ഒരു യാത്രക്കാരനാണെങ്കിൽ സമീപിക്കാം എന്ന ഒരു ഇളവ് അവിടെ അനുവദിച്ചിരുന്നു. അപ്പൊ ഒരു യാത്രക്കാരൻ ജനാപത്തുകാരനാണെങ്കിലും കുളിക്കാതെ നമസ്കരിക്കാമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു ആനുകൂല്യം ഇവര് കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ ഈ ആനുകൂല്യം പ്രായോഗികമല്ല എന്ന് ചിന്തിക്കാനും നിർബന്ധിതരായിട്ടുണ്ട്. അപ്പൊ ഇവരെന്താണ് അവിടെ വ്യാഖ്യാനിച്ചത്? അപ്പൊ ഇത് പ്രായോഗികമല്ല എന്ന് ചില പണ്ഡിതന്മാർ, ചില വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കിയപ്പോൾ ഇവരെന്ത് ചെയ്തു? ജനാപത്തുകാരൻ നമസ്കാരത്തിൽ പ്രവേശിക്കരുത് എന്നല്ല, പള്ളിയിലൂടെ കടന്നു പോകാൻ, അങ്ങനെ നമസ്കാരത്തോട് സമീപിക്കരുത്, പക്ഷെ ആർക്കെങ്കിലും പള്ളിയിലൂടെ ഒന്ന് കടന്നു പോകുന്നതിന് അനുവാദമുണ്ട്, അതിന് കുഴപ്പമില്ല എന്ന രൂപത്തിൽ മറ്റു ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വഴിയിലൂടെ നടന്നു പോകുന്ന യാത്രക്കാരനെ സ്വലാത്തിന് വരുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൽ കുറെ അപ്രായോഗികതകൾ വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? നമസ്കരിക്കരുത് എന്നേ ഉള്ളൂ, പക്ഷെ പള്ളിയിൽ കൂടി ഒരാൾക്ക് വഴി നടക്കണമെന്ന് വിചാരിച്ചു. അപ്പോ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഒരാൾക്ക് പോകണം, പക്ഷെ അത് പള്ളിയിൽ കൂടി പോകും വേണം. അങ്ങനത്തെ ആളുകൾക്ക് വേണമെങ്കിൽ പള്ളിയിലൂടെ വഴി മുറിച്ച് കിടക്കുന്നതിന് കുഴപ്പമില്ല എന്ന ആനുകൂല്യമാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെ അത്ഭുതകരമായ ആനുകൂല്യങ്ങളാണ് പണ്ഡിതന്മാർ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ പേരിൽ അനുവദിച്ചു കൊടുക്കുന്നത് എന്ന രസകരമായ അത്ഭുതകരമായ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി വചനങ്ങളിൽ ഇജ്തനബ, ജനബ, ജാനിബ്, ജുനുബ് എന്ന് ഉപയോഗിച്ച ഖുർആനിക വചനങ്ങളിൽ ഒക്കെ തന്നെയും ഈ പറഞ്ഞ 4:43 അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയും, പിന്നെ 5-6 ഈ സ്ഥലങ്ങളിലല്ലാത്ത, ഇവർ ഈ അംഗശുദ്ധി എന്ന് പറയുന്ന ഈ വചനത്തിലല്ലാത്ത മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇവർ അകന്നു നിൽക്കുക, വിട്ടൊഴിഞ്ഞു നിൽക്കുക എന്ന അർത്ഥം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഈ പരിഭാഷ, ഈ പാരമ്പര്യ പരിഭാഷ ഞാൻ തുടക്കത്തിൽ വായിച്ചല്ലോ സഹോദരങ്ങൾ. ആ പാരമ്പര്യ പരിഭാഷയിൽ തന്നെ ഇവർ പറയുന്നത്, ഇവർ എഴുതി വെച്ചത് ഞാൻ പറയാം. ഈ 4:43 പാരമ്പര്യമായ ഒരു പരിഭാഷ കേരളത്തിൽ കിട്ടും. ഇനി ഒരു വിഭാഗീയത വേണ്ട എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. കോയക്കുട്ടി മുസ്ലിയാരുടെ പരിഭാഷ എടുത്താൽ
ആ പരിഭാഷയിൽ ഈ വചനത്തിന് ഈ 443 വ്യാഖ്യാനം എഴുതി 118 എന്ന നമ്പർ ഇട്ടുകൊണ്ട് അടിയിൽ അതിന് വിശദീകരണം എഴുതിക്കൊണ്ട് അയാൾ പറയുന്നത്, ജുനുബ് എന്ന മൂലപദത്തിന് പാർശ്വഭാഗത്ത് വശത്ത് എന്നൊക്കെയാണ് അർത്ഥം. അദ്ദേഹം തന്നെ എഴുതിക്കണം നോക്കുക. ജുനുബ് എന്ന മൂലപദത്തിന്, ജുനുബ് എന്നതിന്റെ മൂലപദത്തിന് പാർശ്വഭാഗത്ത്, ഒരു പാർശ്വത്തെ ഭാഗത്ത് അല്ലെങ്കിൽ വശത്ത് എന്നാണ് അർത്ഥം. നമസ്കാരത്തിൽ നിന്നും വിദൂരമായ വശത്ത് എന്ന് ആശയാർത്ഥം, അതായത് സലാത്തിൽ നിന്ന്. ഇവരെ നമസ്കാരത്തിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ സലാത്തിൽ നിന്ന് വിദൂരമായ സ്ഥലത്ത്. കർമ്മശാസ്ത്രത്തിൽ, ഇവിടെയാണ് പ്രശ്നം, കർമ്മശാസ്ത്രത്തിൽ സാങ്കേതികമായ അർത്ഥമുള്ള ഒരു പദമാണിത്. കർമ്മശാസ്ത്രത്തിൽ, ഈ കർമ്മശാസ്ത്രം അല്ലാക്കറിയില്ല, ഭാഷയിൽ അങ്ങനെയാണ് അർത്ഥം. പാർശ്വഭാഗത്ത് വശത്ത് എന്നാണ് അർത്ഥം. എന്നിട്ട് അദ്ദേഹം എഴുതാണ്, കർമ്മശാസ്ത്രത്തിൽ, അദ്ദേഹത്തിന്റെ 118 എന്ന ഒരു ചെറിയ നമ്പർ ഇടുമല്ലോ, എന്നിട്ട് അതിന്റെ അടിയിൽ വ്യാഖ്യാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 118 എന്ന ചെറിയ ഒരു തെറ്റിട്ട്, കർമ്മശാസ്ത്രത്തിൽ സാങ്കേതികമായ അർത്ഥമുള്ള പദമാണിത്. എന്താണ് ആ സാങ്കേതിക അർത്ഥം? സംയോഗം കഴിഞ്ഞ് ശരീരത്തിന്റെ അശുദ്ധ സ്ഥിതിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതാണ് കർമ്മശാസ്ത്രത്തിൽ. അതാ പറയുന്ന, കർമ്മശാസ്ത്രപരമായിട്ടാണ് ഈ പദത്തിന് അങ്ങനെ അർത്ഥം, അല്ലാതെ ഭാഷയിലില്ല, ഖുർആനിലില്ല. അപ്പൊ കർമ്മശാസ്ത്രപരമായിട്ടാണ് സംയോഗം കഴിഞ്ഞ് ശരീരത്തിന്റെ അശുദ്ധ സ്ഥിതി ഉദ്ദേശിക്കുന്ന വാക്കാണ് ഇത് എന്ന് കർമ്മശാസ്ത്രത്തിൽ വന്നാണ്. ഖുർആനിൽ അങ്ങനെ ഒരു കർമ്മശാസ്ത്രം പറയുന്നില്ല. അങ്ങനെ ഒരു കർമ്മശാസ്ത്രം, ഈ കർമ്മശാസ്ത്രം ഹദീസുകൾ തന്നെയാണ് ഈ ഖുർആനിനെ ഈ കോലത്തിലാക്കി മാറ്റിയത്. ഈ ആചാരാനുഷ്ഠാനവും ഇങ്ങനത്തെ കുളിയും തേവാരവും ഈ ഓതുവിന്റെ ഷർത്തും പറലും കുളിയുടെ ഷർത്തും പറലും ഇതൊക്കെ ഉണ്ടാക്കിയത് വേണം. അതാണല്ലോ ഒരു മനുഷ്യനെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, മനുഷ്യനെ മാനസികമായി തളർത്താനുള്ള പ്രശ്നങ്ങൾ അതൊക്കെ. ഇപ്പൊ ഒരാൾക്ക് കയ്യും മലയാളം ചളിയുണ്ട്, അവർക്ക് 3 പ്രാവശ്യം കഴുകിയിട്ട് അത് വൃത്തിയായില്ല, ഒരു 4ാമത്തെ പ്രാവശ്യം കഴുകിയാലേ ചിലപ്പോൾ ചളി പോവുള്ളൂ. പക്ഷെ നബിയുടെ സുന്നത്ത് 3 പ്രാവശ്യം. അപ്പൊ ഫമൻ റൈബാൻ സുന്നത്തി, എന്റെ സുന്നത്തിന് ഒരാൾ വെറുത്താൽ, എന്റെ സുന്നത്തിന് ഒരാൾ ഒഴിവാക്കിയാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. എന്തായി അടങ്ങുന്നത്? കക്ഷം പറിക്കൽ നബിയുടെ സുന്നത്താണ്. ഇനി ഒരാൾ കക്ഷം പഠിച്ചാലോ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. വല്ല അടങ്ങുന്നത്. താടി വെക്കലാണ് നബിയുടെ സുന്നത്ത് എന്നവർ പറയുന്നത്. ഇനി ഒരാൾക്ക് താടി പഠിക്കേണ്ടി വന്നാലോ അപ്പൊ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. നബി മലമൂത്ര വിസർജനത്തിന് ഇടത് കാലൂന്നി ഇടത് കാലിൽ ഭാരം കൊടുത്ത് വലത് കാല് ഊന്നിയിട്ടായി ഇരുന്നെന്ന് സുന്നത്ത്. പക്ഷെ ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റിൽ ഒരാൾ ഇരുന്നാലോ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇങ്ങനെ നോക്കിയാൽ ഈ നബിയിലെ ഫലൈസ മിന്നി എന്ന് പറയുന്ന ഫമൻ റൈബാൻ സുന്നത്തി ഫലൈസ മിന്നി എന്ന് പറയുന്നത് എടുത്താൽ അതാണ് മാനസികമായി തളർച്ച. മടമ്പും കാലമും വെള്ളമായോ ആയില്ലേ, മൂത്രം ശങ്ക ഉണ്ടാക്കുക, മൂത്രം പോയോ, ഇങ്ങനെ ശങ്ക ഉണ്ടാക്കുക. ആളുകളെ മാനസികമായി മാനസികമായി ഒരു ധൈര്യം കൊടുക്കുന്ന രൂപത്തിലല്ല ഈ കർമ്മശാസ്ത്രങ്ങളുടെ സൃഷ്ടിപ്പ് മുഴുവൻ. സംശയങ്ങൾ ഓരോന്നും ഉണ്ടാക്കുക. അതാണ് ഒരു വിഷയത്തിൽ തന്നെ നിരവധി അഭിപ്രായങ്ങൾ പറയാം, ഏതാ ശരിയെന്നില്ല, ആശയക്കുഴപ്പം പിന്നിൽ ഉണ്ടാക്കാം. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത്, ജുനുബൻ എന്ന വാക്കിന് വലിയ അശുദ്ധി എന്നുള്ളത് ഭാഷയിലില്ല എന്ന് ഇവരെന്നെ സമ്മതിക്കുന്നു. പിന്നെ ഇത് ഏതാണ്? കർമ്മശാസ്ത്രത്തിന്റെ സാങ്കേതികമായ ഇസ്തിലാഹി എന്നാണ് അതിന് പറയുന്നത്. സാങ്കേതികമായ അർത്ഥം. സാങ്കേതിക അർത്ഥം എന്ന പേരിൽ സാങ്കല്പിക അർത്ഥമാണ് സത്യത്തിൽ. അത് സാങ്കേതിക അർത്ഥം എന്നുള്ളതിന്റെ ആശയം പേർക്ക് മനസ്സിലായിട്ടില്ല. സാങ്കേതിക അർത്ഥം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അർത്ഥമാണ്. അപ്പൊ സാങ്കേതിക അർത്ഥം എന്ന പേരിൽ സാങ്കല്പിക അർത്ഥമാണ് സത്യത്തിൽ ഇവര് പറയുന്നത്, സാങ്കേതിക അർത്ഥമല്ല. അള്ളാഹു തുടർന്ന് പറയുന്നു, വൈൻ കുന്തും മർല ഔ അലാ സഫരിൻ, ഇനി നിങ്ങൾ രോഗിയായി. ഇതൊക്കെ നീ വിശദമായിട്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് തരുന്നുണ്ട്.
അപ്പൊ ഇവിടെ നിന്ന് നിങ്ങളുടെ സംശയം പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും. അതുകൂടി പൂർണ്ണമായി വിശദീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇതിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ വിശദീകരിച്ച് പോയിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ തുടർന്ന് അല്ലാഹു പറയുന്നു, വൈൻ കുന്തും മർല ഔ അലാ സഫരിൻ ഔ ജാ അഹദും മിൻകും മിനൽ ഗായിബ് ഔ ലാമസ്തുമുൻ നിസാ ഫഇൻ ലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബൻ. നിങ്ങളിൽ ഒരാൾ രോഗിയോ യാത്രക്കാരനോ മലമൂത്ര വിസർജനം നടത്തിയ ആളോ സ്ത്രീയെ സ്പർശിച്ച ആളോ ആയിരിക്കുകയും എന്നിട്ട് ശുദ്ധീകരിക്കാൻ വെള്ളം കണ്ടെത്താൻ കഴിഞ്ഞതുമില്ലെങ്കിൽ അവൻ ശുദ്ധമായ മണ്ണ് തേടിപ്പോകണം എന്നാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ് ശുദ്ധമായ മണ്ണ് തേടിപ്പോകണമെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത്? അതിനിവർ കൊടുത്ത അർത്ഥം നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്താണ് ഇവർ കൊടുത്ത അർത്ഥം? നിങ്ങൾ രോഗികളാണ്, അല്ലെങ്കിൽ യാത്രയിലാണ്, അല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചു, അപ്പോൾ നിങ്ങൾ വെള്ളം കണ്ടെത്തിയതുമില്ല എങ്കിൽ നിങ്ങൾ ശുദ്ധമായ മൺതലത്തെ ലക്ഷ്യമാക്കി ചെല്ലുക എന്നുള്ളത് ബ്രാക്കറ്റിലാണ്, ഉദ്ദേശിക്കുക എന്നുള്ള അർത്ഥമുള്ളത് അവർക്കറിയാം. തയമ്മ എന്ന് ഉദ്ദേശിക്കുക എന്നാണ്. നിങ്ങളുടെ മുഖങ്ങളെയും കൈകളെയും തടവുകയും ചെയ്യുക. തീർച്ചയായും അല്ലാഹു സർവദാ മാപ്പ് ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാത്രേ പാരമ്പര്യ വ്യാഖ്യാനം. അപ്പൊ ഇവിടെ വംസഹൂബി വുജൂഹിക്കും വൈദീക്കും, എന്നിട്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും ആ മണ്ണുകൊണ്ട് തടവുക. ഇവിടെ അല്പം ഒരു ചെറിയ ഒരു ചിന്തണ്ടായാൽ മതി, വല്ലാതൊന്നും ചിന്തിക്കണം. ഒരു ചോദ്യചിഹ്നം നമുക്കിവിടെ വരും. അതായത് ഔ ജാ അഹദും മിൻകും മിനൽ ഗായിബ്. അവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതായത് ജാ അഹദും മിൻകും മിനൽ ഗായിബ്, ഈ വാചകത്തിൽ നിന്ന് അല്പമൊന്നും മാറിക്കൊണ്ട് പറഞ്ഞൊരു വാചകമാണ്. അത് ഞാൻ എൻ്റെ സഹോദരങ്ങളായ എൻ്റെ സുഹൃത്തുക്കളായ പല പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് വ്യക്തമായി അതിനിപ്പോ നമുക്ക് അള്ളാഹു അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാന്നല്ലാതെ വ്യക്തമായി ഇപ്പൊ അതിന് കാരണം പറയാൻ പറ്റില്ല. കാരണം വൈകുന്തും ജുനുബൻ എന്ന് എല്ലാരോടും കൂടിയാണ്. നിങ്ങൾ ജനാപത്തുകാരായാൽ അതെന്തോ ആകട്ടെ, അത് നമ്മൾ പറയുന്നത് നമ്മളുടെ വിശദീകരണം വരുന്നില്ല. ഇപ്പൊ ഇവരുടെ വിശദീകരണങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളതിന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വിശദമായി ഇനി നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ വൈൻകുന്തും ജുനുബൻ, വൈൻകുന്തും മരീളൻ ഔ അല ഔ ഫത്തഹറു എന്നിട്ട് പറയുന്നത് ഹത്താത്താത്ത് വൈൻകുന്തും മറലാണ്. അവിടെ കുന്തും മറലാണ്. ഔ അലാ സഫറിൻ, ഔ കുന്തും അലാം അസഫറിൻ. പിന്നെ പറയുന്നതാണ് ഔ ജാ അഹദും മിൻകും, നിങ്ങളിൽ ഒരാൾ വന്നു, നിങ്ങളിൽ നിന്നും ഒരുവൻ വന്നു. മിനൽ ഗായിബ് ഇവര് പറയുന്ന ബാത്റൂമിൽ നോക്ക്. ഔ ലാമസ്തുമുൻ നിസാ, അവിടെ നിങ്ങൾ ചെയ്താൽ നായി. ബാക്കിയുള്ള ഈ അതിന്റെ ഇടയിൽ ഒരു വചനം മാത്രം, നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യുകയും വെള്ളം കിട്ടാതെ വരികയും ചെയ്താൽ നിങ്ങൾ തയമ്മം ചെയ്യണമെന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരാള് ആയത്തിൽ നിന്ന് വന്നാൽ കൽപ്പന എല്ലാവരോടും കൂടി പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ നമുക്ക് കിട്ടിയ എല്ലാ പരിഭാഷകളിലും പറയുന്നത് ആരെങ്കിലും വിസർജിക്കുകയും എന്നിട്ട് വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ തയമ്മം ചെയ്യുക എന്നാണ്. പക്ഷെ ജാ അഹദും മിൻകും എന്നതിന് നിങ്ങളിൽ ആരെങ്കിലും എന്ന അർത്ഥത്തിലല്ലാതെ ഔ ജാ അഹദും മിൻകും, നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ എന്നല്ലാതെ പരിഭാഷപ്പെടുത്തുക സാധ്യമേ അല്ല. അതുകൊണ്ട് മുഴുവൻ സമൂഹത്തെയുമാണ് അത് ഉദ്ദേശിക്കുന്നത്. കാരണം ഒറ്റപ്പെട്ട ഒരാൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ആ വചനം ഇങ്ങനെയായിരിക്കും, ജാ അഹദും മിൻകും മിനൽ ഗായിബി ഫഹുവ തയമ്മം എന്നാ പറയുന്നത്. ഫഹുവ തയമ്മം, അവൻ തയമ്മം ചെയ്യട്ടെ. നിങ്ങളിൽ ഒരാൾ വിസർജനം കഴിഞ്ഞു വന്നോ,
അയാൾ തയമ്മം ചെയ്യട്ടെ എന്നായിരിക്കും പറയാം അങ്ങനെയാണെങ്കിൽ. അല്ലാതെ കൽപ്പന എല്ലാ ആളുകളിലേക്കും കൽപ്പന വരില്ല. ഇനി അത് ബഹുവചനത്തിലാണെങ്കിൽ ഇദാ ജിഅ്തും മിനൽ ഗായിത്തി ഫതയമ്മമു, നിങ്ങളെല്ലാവരും വിസർജനം കഴിഞ്ഞു വന്നാൽ നിങ്ങൾ തയമ്മം ചെയ്യണം എന്നുമായിരിക്കും. അപ്പോ ഇവിടെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിസർജനം ചെയ്തു വന്നാൽ എല്ലാവരും കൂടി തയമ്മം ചെയ്യണം. ഇത് തീർച്ചയായും വിശദീകരണം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എന്താണ്, ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിക്ക് സമൂഹം ഒന്നടങ്കം പരിഹാരക്രിയ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ചെയ്യുന്നത് ഒരാളാണെങ്കിലും പരിഹാരക്രിയ സമൂഹം മുഴുവൻ ചെയ്യണം. എന്നാൽ ഇവരുടെ ബാത്റൂമിൽ പോക്കാണെങ്കിലോ ഒരാൾ പോയി വന്നാൽ എല്ലാവരും എന്തിനാ കഴുകണത്, അല്ലെങ്കിൽ എല്ലാവരും തയമ്മം ചെയ്യുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ ആർക്കും വ്യക്തമായി ഒന്നുമില്ല. ഇവിടെ പരിഹാരക്രിയ എല്ലാവരും ചെയ്യണം എന്നാ പറയുന്നത്. പക്ഷെ വരുന്നതോ ആയത്തിൽ നിന്ന് വരുന്നതോ അഹദുൻ മിങ്കും, നിങ്ങളിൽ ഒരാൾ. കൽപ്പനയോ എല്ലാവരോടും. എന്നാൽ ഇവരുടെ ബാത്റൂമിൽ പോക്കാണെങ്കിലോ കക്കൂസിൽ പോക്കാണെങ്കിലോ കക്കൂസിൽ പോയിട്ട് കഴുകാൻ വെള്ളം കിട്ടാതെ കയ്യും മുഖവും തുടക്കേണ്ട ആവശ്യം എന്തിനാ എല്ലാവരും എന്നാണ് ഞാൻ സംശയം ചോദിച്ചത്. അതിന് വ്യക്തമായ മറുപടി പാരമ്പര്യമായി വിശദീകരിക്കുന്ന ആളുകൾ പറഞ്ഞു തന്നിട്ടില്ല. അത് പോട്ടെ. ഇനി ഇതില് മാ എന്നുള്ളത്, ഇതൊക്കെ ഒന്നുകൂടി ഞാൻ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴുള്ള പരിഭാഷയെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്, ഒന്ന് വിലയിരുത്തുകയാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിലെ അടുത്ത ഭാഗം പരിഗണിക്കുമ്പോഴാണ് ഇതിലെ മാ എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ സത്യത്തിൽ വാക്കർത്ഥമുള്ള ജലമല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറിച്ച് പാപത്തെ ശുദ്ധീകരിക്കാനുള്ള ദൈവികമായ ജലമാണത് എന്നാണ്. പിന്നൊരു പദം അവിടെയുള്ളത് സഈദൻ ത്വയ്യിബൻ എന്നാണ്. സഈദൻ ത്വയ്യിബൻ എന്നതുകൊണ്ട് ശുദ്ധമായ മണ്ണാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ശുദ്ധമായ മണ്ണല്ല, അതിന് തുല്യമായ ശുദ്ധമായ മണ്ണോ അതിന് തുല്യമായ ഒരു വസ്തുവല്ല. പകരം പരിശുദ്ധവും വൃത്തിയുള്ളതും ഉന്നതവുമായ മറ്റെന്തോ ആണ് ആ സഈദൻ ത്വയ്യിബൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോ ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അപ്പൊ ഈ തയമ്മം ചെയ്യാൻ പറഞ്ഞ 4 വ്യവസ്ഥകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അവ്യക്തത ഉണ്ടെന്ന് എനിക്കറിയാം, നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം ഈ വ്യക്തമായി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ 4 വ്യവസ്ഥകളാണ് പറയുന്നത്. ഒന്ന്, ഇൻകുന്തും മർല, നിങ്ങൾ രോഗിയോ അല്ലെങ്കിൽ ദുർബലനോ അല്ലെങ്കിൽ എന്നൊക്കെയാണ് അർത്ഥം. രണ്ടാമത്തെ വ്യവസ്ഥ ഔ അലാ സഫറിൻ, നിങ്ങൾ ഒരു യാത്രയിലാണെങ്കിൽ എന്നാണ്. മൂന്നാമത്തെ നിബന്ധന, മൂന്നാമത്തെ വ്യവസ്ഥ ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്തി, നിങ്ങൾ വിസർജന സ്ഥലത്ത് നിന്നും വന്നാൽ. നാലാമത്തത് ലാമസ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ. ഇതാണ് 4 വ്യവസ്ഥയാണ് ഇവര് തയമ്മം ചെയ്യാനുള്ള കാരണങ്ങളായി, തയമ്മത്തിന്റെ വ്യവസ്ഥകളായി ഇവര് പാരമ്പര്യമായി എഴുതിയ പരിഭാഷയിൽ കാണുന്നു. ഇനി നമുക്ക് ഇത് ഓരോന്നും ഒന്ന് പരിശോധിക്കാം. അപ്പോഴാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഇനി ആദ്യം മുതൽ ഞാനൊന്ന് പറയാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അല്ലയോ സത്യവിശ്വാസികളെ എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ പറയുന്ന സമൂഹത്തിന് അമ്ന് കൊടുക്കുന്നവരെ, സുരക്ഷിതത്വവും സമാധാനവും നൽകുന്നവരെ എന്ന അർത്ഥവും ആ പദത്തിനുണ്ട്. അത് നീണ്ട ചർച്ച തന്നെ അൽമുൻജിദ എന്ന് പറയുന്ന ഭാഷാ നിഘണ്ടത്തിന്റെ തുടക്കത്തിൽ ഈ പദത്തിന് ചർച്ച നടക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറയുന്നത് അമിന എന്ന് പറഞ്ഞാൽ നിർഭയനായി എന്നും ആമന എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകി എന്നാണ് അർത്ഥമെങ്കിലും
അതിന് ലാസിമിന്റെ അർത്ഥം, അതായത് നിർഭയനാവുക, വിശ്വസിക്കുന്നവനായി തീരുക എന്ന അർത്ഥവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും അർത്ഥം കൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ ചർച്ച അവസാനിപ്പിക്കുന്നത്. അത് തുടക്കത്തിൽ ആ ചർച്ച നടക്കുന്നുണ്ട്. സത്യത്തിൽ ഭാഷാപരമായിട്ടത് ഞാൻ പറഞ്ഞല്ലോ, അധിക സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഉപയോഗിക്കാറ്. ഇങ്ങനെ അപൂർവം സ്ഥലങ്ങളിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അപൂർവം സ്ഥലങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം ഖറജ എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഖറജ എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുപോയി എന്നാണ്, സ്വയം പുറത്തുപോയി. അഹ്റജ എന്ന് പറഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കുകയാണ്. ഇപ്പൊ ദഹല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഇങ്ങോട്ട് അകത്തേക്ക് സ്വയം പ്രവേശിക്കാം. അദ്ഖല എന്നാക്കിയ എന്നെ ഇതിലേക്ക് പ്രവേശിപ്പിക്കുക. അതാണ്, ഞാനല്ല പ്രവേശിക്കണം, പക്ഷെ എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഉന്തി ഇതിലേക്ക് കടത്തുകയാണ്. നസല എന്ന് പറഞ്ഞാൽ സ്വയം ഇറങ്ങുക എന്നാണ്. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കിയെന്നാണ്. ലഹറ എന്ന് പറഞ്ഞാൽ സ്വയം വെളിവായി. അൽഹറ എന്ന് പറഞ്ഞാൽ വെളിവാക്കി, പ്രകടിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഭാഷാപരമായിട്ട് 90% സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ. അപൂർവം ഒറ്റപ്പെട്ട് സ്വയം, അതിന് ലാസിമിന്റെ അർത്ഥം എന്നാ പറയുക, സ്വയം അങ്ങനെ ആയി തീർന്നു എന്നുള്ള അർത്ഥം അപൂർവം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടില്ല എന്ന് ഞാൻ വാദിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ല, അവിടെ വിശദമായ ചർച്ച നടക്കുന്നുണ്ട്. അത് ഇനി ആ ഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ പല അറിവുള്ള പണ്ഡിതന്മാരും അങ്ങനെ ഇല്ല എന്നതാണ് പറയുന്നത്. ഏതായാലും ഇനി കൂടുതലായിട്ട് നിങ്ങൾ ആ രംഗത്ത് വിശകലനം ചെയ്യും. അപ്പോ സമൂഹത്തിന് വിശ്വാസമല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ വിശ്വാസമല്ല വേണ്ടത്, ബോധ്യപ്പെടലാ വേണ്ടത്. സൃഷ്ടാവിന് ദൈവിക വചനങ്ങളെ, അവന്റെ വിധിവിലക്കുകളെ, അവന്റെ കൽപ്പനകളെ ബോധ്യപ്പെടുകയാണ് വേണ്ടത്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, സമൂഹത്തിന് സുരക്ഷിതത്വവും സമാധാനവും നൽകുന്നവരെ, ലാ തഖ്റബു സലാത്ത, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പിന്തുടരാനോ അത് സമൂഹത്തോട് ഇന്നത് നിങ്ങൾ ചെയ്യണമെന്ന് അവരോട് പറയുകയോ ചെയ്യരുത്, അതിനോട് നിങ്ങൾ സമീപിക്കരുത്. അപ്പൊ അള്ളാഹുവിന്റെ വിധിവിലക്കുകളോട് നിങ്ങൾ സമീപിക്കരുത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുന്നതിനോട് നിങ്ങൾ സമീപിക്കാൻ പാടില്ല. അന്തും സുക്കാറ, നിങ്ങൾ അതിനെക്കുറിച്ചൊരു അവ്യക്തമായ അവസരത്തിൽ, ഷിർക്കിന്റെ അവസരത്തിനും സുക്കാറ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉഹും ഫീ സക്രത്തിഹിം യഅമഹൂൻ എന്ന് പറഞ്ഞു. അവരവരുടെ ഷിർക്ക് എന്ന് പറയുന്ന ആ സക്രത്തിൽ അങ്ങനെ അവർ മുഴുകി കഴിഞ്ഞുപോയി, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ധിക്കരിക്കുന്നവരായിക്കൊണ്ട്. അപ്പൊ ആ ഒരു അവസരത്തിൽ, നീ ശരിയായ അവബോധമില്ലാത്ത അവസരത്തിൽ ആയിരിക്കെ, ഏതുവരെ ഹത്താ തഅലമു, നിങ്ങൾക്ക് വ്യക്തമായി അതിന്റെ അന്തസത്ത നിങ്ങൾക്ക് അറിയുന്നത് വരെ, എന്ത് മാ തഖൂലൂന, നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് വ്യക്തമായ അവബോധം നിങ്ങൾക്കുണ്ടാകുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജനങ്ങളോട് പറയാനോ അത് സ്ഥാപിക്കാനോ മറ്റോ നിങ്ങൾ ശ്രമിക്കരുത്, അടുക്കരുത്, അതിനോട് സമീപിക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. വലാ ജുനുബൻ, നിങ്ങൾ ഇതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണെങ്കിൽ, ഹത്താ തഗതസിലു, നിങ്ങൾ അതുകൊണ്ട് പ്യൂരിഫൈ, നിങ്ങൾ അതുകൊണ്ട് ശുദ്ധിയാകണം, നിങ്ങൾ ക്ലീൻ ആകണം. നിങ്ങൾ ക്ലീൻ ആയിട്ടാണ് നിങ്ങൾ ഈ ആശയത്തിൽ നിന്ന് ഒരു വേള ഏതെങ്കിലും ദൈവിക കൽപ്പനകളിൽ നിന്ന്, അതുകൊണ്ടാണല്ലോ യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് പറഞ്ഞത്. ഈമാൻ നിങ്ങൾക്ക് ഉണ്ടാവും, അത് ബര ഹദീസിൽ തന്നെ ഉണ്ടല്ലേ, ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടും കുറയുകയും ചെയ്യും. വിശ്വാസികൾ പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നതല്ലാതെ പറയരുത് എന്ന് ഖുർആനിലുണ്ട്. അപ്പോ ഒരു വേള നിങ്ങൾ തന്നെ ഈ ജനങ്ങളോട് പറയുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഇതിൽ നിന്ന് അകന്നിട്ടാണെങ്കിൽ, അവന്റെ വിധിവിലക്കുകളെ തൊട്ട്, ഏതെങ്കിലും വിധിവിലക്കുകളെ തൊട്ട് സത്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ സത്യം പറയുന്നില്ലെങ്കിൽ, നിങ്ങൾ ആദ്യം തഖതസിലു, ക്ലീൻ ആകണം, നിങ്ങൾ പരിശുദ്ധരാകണം. നിങ്ങൾ പരിശുദ്ധരായിട്ടേ ജനങ്ങളോട് ഈ സലാത്തിനുമായി ജനങ്ങളുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റൂ. ഇനി പറയുന്നത് വൈൻ കുന്തും മരീലൻ. അപ്പൊ മരീൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മറല് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ദൗർബല്യത്തിന് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കാറില്ല എന്നല്ല.
ശാരീരികമായ രോഗത്തിന് മരീള് എന്ന് തന്നെ പറയാം. അതിനോട് ചിലർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആത്മീയമായ ദൗർബല്യത്തെക്കുറിച്ചാണ്, ആത്മീയമായ പിന്നെ വിദ്യാഭ്യാസപരമായ സദാചാരപരമായ കുറവുകളെ കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ, അപ്പോ ശാരീരികമായ അസുഖത്തിന് പിന്നെ എന്താ പറയാ? അത് ഞാൻ പറഞ്ഞല്ലോ, വജ്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ ശാരീരികമായ മുഖം എന്ന് തന്നെയാണ് അർത്ഥം, അല്ലാതെ നമ്മൾ പറയുന്നില്ല. പക്ഷെ ഖുർആൻ ഒരു ആത്മീയ ഗ്രന്ഥമാണ്. അപ്പൊ ഖുർആൻ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണെന്നാ പറയണത്. ഇപ്പൊ കയ്യിന് എത് എന്ന് തന്നെ പറയാം. പക്ഷേ ഖുർആൻ സംസാരിക്കുന്ന അവന്റെ കർമ്മശേഷിയോ അവന്റെ സ്വാധീനമോ അവന്റെ അധികാരമോ അവന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയാണ് യത് ഐത് എന്നൊക്കെ പറയുന്നത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇപ്പൊ കയറിന് എന്താ പറയാന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഹബില് എന്നാണ് പറയാ. പക്ഷെ ഖുർആനിൽ ഹബില് എന്ന് പറയുന്നത് ഒരു ആശയത്തെ കുറിച്ചാണ്. ഹബിലുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ആശയമാണ്. ഹബിലും മിനന്നാസി എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളാണ്. ഹബിലും മിൻ മസദ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ പിന്നെ മൊസാദ്, അതായത് മസദ്, ആളുകൾക്കിടയിൽ കുതന്ത്രങ്ങളും അതുപോലെ തന്നെ കുത്തിത്തിരിപ്പുകളും കോൺസ്പിറസിയൊക്കെ ഗൂഢാലോചനയൊക്കെ ഉണ്ടാക്കുന്ന ആശയങ്ങളാണ്. അതാണ് ഹബിലും മിൻ മസദ്. ആളുകളെ പരസ്പരം കൂട്ടിപ്പിരിക്കുക, ആളുകൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുക, ഭിന്നത ഉണ്ടാക്കുക, അവർക്കിടയിൽ ഗൂഢാലോചന നടത്തി അവരെ ഭിന്നിപ്പിക്കുക, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആശയമാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ച കയറിനിപ്പോ എന്താ പറയാന്ന് ചോദിച്ചാൽ അതെന്നെ പറയാം. അപ്പൊ അതാണ് ഖുർആൻ. ഇപ്പൊ മീസാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കാണ് തുലാസിന് എന്താ പറയാ, മീസാൻ എന്നാ പറയാ. പക്ഷെ ലോകത്തിന് സന്തുലിതമായ ഒരു വ്യവസ്ഥിതിയിൽ ഒരാശയത്തിൽ നിലനിർത്താൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ദൈവിക സന്ദേശത്തെ കുറിച്ചാണ് മീസാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇരുമ്പിനെന്താ നിങ്ങൾ പറയാന്ന് ചോദിച്ചാൽ ഹദീദ് എന്നാണ് ഞാൻ പറഞ്ഞു തരിക. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ കൂനു ഹിജാറത്തൻ ഹൗ ഹദീദ ഫ ബസറുക്കൽ യൗമ ഹദീദ് എന്നൊക്കെ പറഞ്ഞ വൻസൽനായിലേക്കൽ കിതാബ്, അവിടെ ആ വചനത്തിൽ പറയണ്ടാവും നിങ്ങൾക്കൊരു ഹദീദും ഇറക്കി തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ഈ ദൈവിക വചനത്തിന്റെ മൂർച്ചയെക്കുറിച്ച്, അതിന്റെ ശക്തിയെക്കുറിച്ച്, കാഠിന്യത്തെക്കുറിച്ച്, നിങ്ങൾ ഇരുമ്പൈകോളി എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ കാഠിന്യത്തെക്കുറിച്ച് ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഖുർആൻ സംസാരിക്കുന്നത് മറ്റൊരു തലത്തിലാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതെന്റെ സഹോദരങ്ങൾ. അപ്പൊ മരീള് എന്ന് തന്നെയല്ലേ രോഗിക്ക് പറയാ, ശാരീരികമായ രോഗിക്കും മരീള് എന്ന് തന്നെയല്ലേ പറയാ? അതെ. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്തല്ല, മനുഷ്യന്റെ ശാരീരികമായ രോഗ ചികിത്സക്ക് വന്ന ഗ്രന്ഥമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ആശയപരമായ ആത്മീയമായ അവന്റെ മാനസികമായ വൈകല്യങ്ങളെയും അതിന്റെ ദൗർബല്യങ്ങളെയും അവന്റെ സദാചാരപരമായ അവന്റെ സാംസ്കാരികമായ ദൗർബല്യങ്ങളിൽ നിന്നൊക്കെ അവനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ സംസാരിക്കുന്ന, അതിൽ പറയുന്ന മറൽ എന്നുള്ളത് അവന്റെ സദാചാരപരമായ വൈജ്ഞാനികമായ ആത്മീയമായ ആശയപരമായ ദൗർബല്യത്തെക്കുറിച്ച്, കുറവിനെക്കുറിച്ച്, അതിന്റെ കുറവിനെക്കുറിച്ചൊക്കെയാണ് ഖുർആൻ സംസാരിക്കുന്നത്. അതാണ് ഫീ ഖുലൂബിഹിം മറലുൻ എന്ന് പറഞ്ഞത്. അവരുടെ കൽബിൽ ഒരു മറലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ മുമ്പ് ദാർശനികമാനം വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന കൽബ് എന്നുള്ളത് എന്തല്ല, നമ്മളെ ഈ പിന്നെ രക്തചംക്രമണം നടക്കുന്ന മനുഷ്യ ഹൃദയത്തെ കുറിച്ചല്ല. അപ്പോ മരീൽ എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ് ഇപ്പൊ കുറച്ച് സംസാരിച്ചത്. മറൽ എന്ന വാക്ക് ശാരീരികമായ ദൗർബല്യത്തിന് ഉപയോഗിക്കാം. പക്ഷെ അതിന് മാത്രമല്ല, മാനസികവും സദാചാരപരവും വിദ്യാഭ്യാസപരവുമായ ദൗർബല്യത്തെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും ഈ പദം സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനാ ഖുർആനിന് തെളിവ്. ഈ ഖുലൂബിഹിം മറലെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്ന് സംസാരിക്കുന്നത് അവന്റെ വ്യക്തിത്വത്തെ കുറിച്ചാണ്, അവന്റെ ശരീരം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ നിലനിൽക്കാനുള്ള ഒരു ബോഡി മാത്രമേ ആവുള്ളൂ. ഇവൻ ഒരു വ്യക്തി എന്ന് പറയുന്നത് തന്നെ അവന്റെ വ്യക്തിത്വമാണ്. അതാണ് ഒരാളെ ഒരു വ്യക്തി എന്ന് നമ്മൾ പറയുന്നത് തന്നെ. അതാണല്ലോ നഫ്സുൽ മുത്മഇന്ന, അല്ലാതെ ഈ നിശ്ചലമായ ശരീരമല്ല.
ദൈവിക വചനങ്ങളെ കൊണ്ട് ശാന്തവും സുരക്ഷിതത്വവും സമാധാനപൂർണവുമായ ഒരു മനസ്സിന്റെ, ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. അല്ല നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയല്ല. നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നതും അവന്റെ തെറ്റിനോടുള്ള പ്രേരണ കൊടുക്കുന്നതും ആ വ്യക്തിത്വമാണത്. അങ്ങനത്തെ വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ആ പറയുന്നത്. അതാണ്, അതൊക്കെ ഇവന്റെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. നഫ്സുൽ ലവ്വാമ ഇതൊക്കെ പറയുന്നത് അതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കേണ്ട വിഷയങ്ങളാണത്. അപ്പോ മനുഷ്യന്റെ വ്യക്തിത്വം, അവന്റെ മനസ്സ്, അവന്റെ ആത്മീയമായ അവന്റെ സ്വഭാവം, അല്ലെങ്കിൽ അവന്റെ സദാചാരബോധം, അവന്റെ സംസ്കാരം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഖുർആൻ സംസാരിക്കുന്നത്. അതിനെ ശക്തിപ്പെടുത്താനും അതിനെ നന്നാക്കി തീർക്കാനും അതിലൂടെ അവനിൽ നിന്ന് സഹജീവികളോട് നല്ല സമീപനവും നല്ല ഉദാരമായ പ്രവർത്തനങ്ങളും അവനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി അവൻ ശുദ്ധിയുള്ളവനാവും. അത് പിന്നീട് വരുന്ന ഇവന്റെ മനസ്സ് ശുദ്ധമാവുമ്പോൾ അവനിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ ഒരാളെ കയ്യിൽ അല്പം പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. മനസ്സ് വളരെ പരിശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമയാണെങ്കിൽ അവന് ടൈ കെട്ടിക്കൊള്ളണമെന്നില്ല, അവന് കോട്ടിട്ട് കൊള്ളണമെന്നില്ല. അങ്ങനെ ഇട്ടാൽ കുഴപ്പമില്ല. പക്ഷെ അത് ഇനിയിപ്പോ ഒരാള് ഒരു ഡ്രസ്സ് നീറ്റായിട്ടാണ്, പക്ഷെ വലിയ നല്ല വില പിടിച്ച ഡ്രസ്സോ കോട്ടോ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും അവന്റെ മനസ്സ് പരിശുദ്ധമായ മനസ്സാണ്. തന്റെ സഹജീവികളോട് കരുണ കാണിക്കുന്ന മനസ്സാണ്. സഹജീവികളോട് അവൻ കരുണ കാണിക്കുന്നു, ഉള്ളത് പങ്കുവെക്കുന്ന മനസ്സാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല എന്നാണ്. അപ്പൊ അവന്റെ സദാചാരവും സംസ്കാരവും ആത്മീയവുമായ പരിശുദ്ധിയെക്കുറിച്ചാണ്, അത് നേരാക്കിയെടുക്കേണ്ടതിനെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. അപ്പോ അവന്റെ സദാചാരപരമായ, വിദ്യാഭ്യാസപരമായ, മാനസികമായ കുറവുകളെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. അതാണ് ഫീ ഖുലൂബിഹിം മറദുൻ എന്നാ അവർ പറയട്ടെ, ഫീ അജ്സാദിഹിം മറദുൻ, അവരുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ട് എന്നതിനെ കുറിച്ച് എവിടെ പറയുന്നുള്ളത്? എന്നാ ഖുർആൻ പറയുന്നത് ഖൽബിലാണ് മറദ്. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട്. അപ്പോ ഹൃദയത്തിന്റെ രോഗത്തെക്കുറിച്ച്, ശിഫാഉൽ ലിമാ ഫി സുദൂർ, അതിന്റെ ശിഫയെക്കുറിച്ച്, ആ സദറിലുള്ള മനസ്സിലുള്ള രോഗങ്ങൾക്കുള്ള ശിഫയെക്കുറിച്ച്, അതിനെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. അല്ലാതെ ശരീരത്തിലെ മനസ്സിൽ, ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നീക്കാൻ ഖുർആനല്ല ഉപയോഗിക്കുക. ആ ബ്ലോക്ക് നീക്കാൻ ഡോക്ടറെ അടുത്താണ് പോവുക, കാർഡിയോളജിസ്റ്റിനെയാണ് കാണുക. അപ്പോ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്, ഖുർആൻ രോഗി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ശാരീരികമായ രോഗാവസ്ഥയാണോ എന്നതാണ്. അതല്ല, ഉന്നതമായ മൂല്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തതാണോ? അത് തീരുമാനിക്കാൻ നാം ഖുർആന്റെ അവതരണത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും പരിശോധിക്കേണ്ടതുണ്ട്. ആ കാര്യമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. ഖുർആനിന്റെ ലക്ഷ്യം ഞാൻ വിശദീകരിച്ചു. അതെന്താണ്? മാനവരാശിയെ, മനുഷ്യരാശിയെ സാംസ്കാരികമായി, ധാർമ്മികമായി, സദാചാരപരമായി, വൈജ്ഞാനികമായി ഈ തലങ്ങളിൽ നിന്നൊക്കെ, ഇത്തരം രംഗങ്ങളിലൊക്കെയുള്ള താഴ്ന്ന തലത്തിൽ നിന്ന്, ഈ രംഗങ്ങളിൽ അല്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞ മനുഷ്യന്റെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് അവനെ ഉന്നതമായ മൂല്യങ്ങളിലേക്ക് ഉയർത്താനും പാരതന്ത്ര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനുമാണ് ഖുർആൻ ശ്രമിക്കുന്നത്. അതാണ് ഖുർആനിന്റെ ലക്ഷ്യം. മനുഷ്യന്റെ ഏതൊക്കെ രംഗങ്ങളിൽ അവൻ താഴ്ന്ന നിലയിലാണോ, സാംസ്കാരികമായി, ധാർമ്മികമായി, സദാചാരപരമായി, വൈജ്ഞാനികമായി, വിശ്വാസപരമായി ഏതൊക്കെ രംഗങ്ങളിൽ അവൻ താഴ്ന്ന അവസ്ഥയിലാണോ, ആ അവസ്ഥയിൽ നിന്ന് അവനെ ഉന്നതമായ മൂല്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് പാരതന്ത്ര്യങ്ങൾ, അടിമത്തം, അതിൽ നിന്ന് മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനാണ്, സ്വതന്ത്രനാക്കാനുമാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ലക്ഷ്യമനുസരിച്ച് നാം പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ രോഗി എന്ന് പരാമർശിക്കുന്നത് ശാരീരികമായ വല്ല മുറിവോ അല്ലെങ്കിൽ പനിയോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഉള്ള ഇതിനെ കുറിച്ചല്ല.
അവിടെ പ്രതിപാദിക്കുന്നത് മാനസികവും ആശയപരവുമായ രോഗാവസ്ഥയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അതാണ് മരീൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ജുനുബ് വിശദീകരിച്ചു, മരീൽ വിശദീകരിച്ചു. അതാണ് മരീൽ എന്ന് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. സഫറിനെ കുറിച്ച് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഔ അലാ സഫറിൻ, ഔ കുന്തും അലാ സഫറിൻ എന്നാണ് ആ പറഞ്ഞതിനെ വിശദീകരിക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ രോഗിയായി, ഔ കുന്തും അലാ സഫറിൻ എന്നാണ്. ഔ കുന്തും അലാ സഫറിൻ ഇല്ല, കുന്തും മറള എന്നാണ്. ഔ അലാ സഫറിൻ, ഈ ഔനെ മാറ്റിയാൽ കുന്തും അലാ സഫറിൻ ആക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് തിരിച്ചു പറഞ്ഞേ ഉള്ളൂ. കുന്തും അലാ സഫറിൻ അവിടെ ഇല്ലല്ലോ എന്ന് പറയണ്ട, ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ സഫറിലായി. സഫർ എന്ന് പറഞ്ഞാൽ എന്താ? സഫർ എന്ന വാക്കിന്റെ അടിസ്ഥാന അർത്ഥം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവുക എന്ന് തന്നെയാണ്. അത് നേരത്തെ മറലിനെ സൂചിപ്പിച്ച അതേപോലെ തന്നെ യാത്രക്ക് പിന്നെന്താ പറയുക? സഫർ എന്ന് തന്നെയാണ്. മുസാഫിർ എന്ന് പറയും യാത്രക്കാരന്. സീറു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലറത്തും ഫിൽ അർളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് പിന്നെ നമുക്ക് വിശദീകരിക്കാം. സീറു എന്ന് പറഞ്ഞു, ഇവിടെ സഫർ മാത്രം വിശദീകരിക്കും. അപ്പൊ സഫർ എന്ന വാക്കിന്റെ അടിസ്ഥാന അർത്ഥം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുക എന്നാണ്. ഇനി ഈ വാക്കിന്റെ മറ്റൊരർത്ഥം പ്രകാശം പൊട്ടിവിടരുക എന്ന് ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇതൊക്കെ നിങ്ങളെ അടിച്ചാൽ മതി. നിങ്ങള് പിന്നെ ഏതാണ് ലൈബ്രറികളിൽ തെരഞ്ഞു പോയി കണ്ടിട്ടില്ല എന്ന് ചിലവർ ആരോ പറയുന്നത്. ലൈബ്രറികളൊന്നും തെരഞ്ഞു പോകണ്ട. അപ്പൊ വീട്ടിലിരുന്ന് നെറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ അടിച്ച നിലവിൽ ഇറങ്ങിയ ഡിക്ഷണറികളൊക്കെ നിഘണ്ടുക്കളൊക്കെ അവിടെ തെളിഞ്ഞു വരും. അതിലൊക്കെ ഈ പദത്തിന്റെ അർത്ഥം കിട്ടും. അല്ലാതെ ഇപ്പോ യാത്ര പോയി ഡിക്ഷണറികൾ തെരഞ്ഞു പോകുന്നു വേണ്ട. അങ്ങനെ പോണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ കിട്ടാനുള്ള സൗകര്യങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടെന്നാണ്. അപ്പോൾ പ്രകാശം പൊട്ടിവിടരുക എന്ന് സഫറ എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം. മുഖം പ്രകാശിക്കുക എന്ന ഈ വാക്കിനർത്ഥമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം എന്ന് ഈ വാക്കിനർത്ഥമുണ്ട്. വിശുദ്ധമായ ഏട് എന്ന ഈ പദത്തിന് അർത്ഥമുണ്ട്. അതിന്റെ ബഹുവചനാണ് അസുഫാർ എന്നുള്ളത്. സഫീർ എന്നുള്ളതും ഈ സഫറ എന്നുള്ളതും അലിമ എന്നുള്ളതിൽ നിന്ന് അലീം എന്ന് പറയുന്നത് പോലെ, നസറ എന്നുള്ളതിൽ നിന്ന് നസീർ എന്ന് പറയുന്നത് പോലെ സഫറ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് സഫീർ എന്ന് പറയാറുണ്ട്. അതായത് അംബാസിഡർക്കാണ് സഫീർ എന്ന് പറയുക. ഒരു രാജ്യത്തിന്റെ അംബാസിഡർ ഉണ്ടാകും, അതിന് അറബിയിൽ സഫീർ എന്നാണ് പറയുക. അപ്പൊ ഒരു പദവിയുടെയോ ഉത്തരവാദിത്വത്തിന്റെയോ മാറ്റം വരുന്നതിനെയും സഫർ എന്നാണ് പറയുക. ഇപ്പൊ ജോലിയിലൊക്കെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ പോവുക, അതിന് സഫർ എന്നാണ് പറയുക. ഒരു ഉദ്യോഗത്തിൽ നിന്ന് മറ്റൊരു ഹയർ ഉദ്യോഗത്തിലേക്ക് പ്രൊമോഷൻ, അതിനൊക്കെ സഫർ എന്ന് പറയും. അതുകൊണ്ട് ഈ പദത്തിന്റെ അർത്ഥം ഖുർആനികമായ സന്ദേശത്തിന്റെയും അതിന്റെ ആത്മാവിന്റെയും വെളിച്ചത്തിലായിരിക്കണം നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഖുർആൻ ഏതൊന്നാണ്? ഖുർആൻ പറയുന്ന സന്ദേശം, ഖുർആൻ പറയുന്ന ആത്മാവ്, ഖുർആൻ പറയുന്നതിന്റെ വെളിച്ചം എന്താണ്? അത് ആത്മീയമായ ആശയപരമായ തലത്തിലാണ് ഖുർആൻ സംസാരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഖുർആന്റെ ദാർശനികമാനം എന്ന വിഷയം സംസാരിച്ചപ്പോ ഈ ഹിജ്റയും സഫറും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായി. ഒരാൾ ഇന്നി മുഹാജിറുൻ ഇലല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ അവിടെ പറയുന്നുണ്ട്. ഞാൻ അള്ളാഹുവിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇല്ലാത്ത ഒരു ഭൂമിയിൽ നിന്ന് അള്ളാഹു ഉള്ള ഒരു ഭൂമിയിലേക്ക് പോവുക എന്നല്ല അതിന്റെ അർത്ഥം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള പോക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്കുള്ള പോക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കുള്ള പോക്ക്, തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള പോക്ക്, അസംസ്കൃതിയിൽ നിന്ന് അതായത് സംസ്കാരമില്ലായ്മയിൽ നിന്ന് സംസ്കൃതിയിലേക്ക് അതായത് സംസ്കാരത്തിലേക്കുള്ള പോക്ക്, ആ നാഗരികതയിൽ നിന്ന് നാഗരികതയില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നാഗരികതയിലേക്കുള്ള യാത്രയാണ്. അജ്ഞാനത്തിൽ നിന്ന് അതായത് വിജ്ഞാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ്. ഇതൊക്കെയാണ് ദൈവത്തിലേക്ക് പോകുക, അതായത് ദൈവികമായ വിധിവിലക്കുകളിലേക്കുള്ള യാത്രയാണത്.
അങ്ങനെയുള്ള യാത്രയാണത്. ആ സന്ദർഭത്തിൽ അവൻ മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഒരുപക്ഷെ കുടിയൊഴിപ്പിക്കപ്പെട്ടേക്കാം. ചിലപ്പോൾ പിന്നീട് മനുഷ്യ മനസ്സുകളിലേക്ക് അവൻ കുടി കയറിയെന്നും വരാം. അതല്ല ഇവിടെ വിഷയം. പ്രവാചകന്മാർ പിന്നീട് ആ മനുഷ്യ മനസ്സുകളിലേക്ക് കുടിയേറ്റപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആദ്യകാലത്ത് ചിലപ്പോൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടിരിക്കാം, അതുമാകാം. പക്ഷേ എങ്ങനെയായാലും അവർ പോകുന്നത് ദൈവികമായ ഉന്നതമായ മൂല്യങ്ങളിലേക്കാണ് അവർ പോകുന്നത്. ആ പോക്കാണത്. അപ്പൊ ഖുർആൻ സംസാരിക്കുന്നതും അതാണ്. ഖുർആനിന്റെ യാത്ര എന്ന് പറയുന്നത് ഇപ്പൊ കോഴിക്കോടല്ലേ നമ്മൾ ഈ കോഴിക്കോട് നിന്ന് കണ്ണൂർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ ഇന്ത്യയിലെ തന്നെ മറ്റേതെങ്കിലും സ്റ്റേറ്റുകളിലേക്കോ ഉള്ള യാത്രയല്ല. മറിച്ച് അവൻ നിലവിലുള്ള ഒരു തെറ്റായ ആശയത്തിൽ നിന്ന് ശരിയായ ഒരു ആശയത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിലായിരിക്കുമ്പോൾ അവനെന്ത് ചെയ്യണം എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പോ പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ കാര്യത്തെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ സഫർ, ഇവിടുത്തെ യാത്രയും ആ പ്രത്യയശാസ്ത്രപരമായ യാത്രയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, പറയുന്നത് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ വ്യവസ്ഥ വെച്ചത് അൽ ഗായിത്ത്, താഴ്ന്ന നിലവാരം, കീഴ്പ്പെടുത്തപ്പെട്ടത്, അടിച്ചമർത്തപ്പെട്ടത് എന്നൊക്കെയാണ് ഇതിനർത്ഥം. അങ്ങനെ അർത്ഥം ഉണ്ടോ എന്നുള്ളത് ആരോ ചോദിക്കുകയുണ്ടായി. അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഴമേറിയ ആഴക്കടലിലേക്ക് മുങ്ങിപ്പോവുക, ആഴിയിലേക്ക് താഴ്ന്നു പോവുക എന്നൊക്കെയാണ് ഇതിനർത്ഥം. താഴ്ന്ന പ്രദേശം എന്നൊക്കെയാണ് ഇതിനർത്ഥം കൊടുത്തിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചപ്പോൾ കക്കൂസ് എന്നുള്ള അർത്ഥമല്ലാതെ ഏതോ ലൈബ്രറിയൊക്കെ ആകെ പരിശോധിച്ചിട്ട് ഞാൻ കണ്ടില്ല എന്ന് ആരോ പറഞ്ഞതായിട്ട് എഴുതിയതായിട്ടോ വായിക്കാനിടയിൽ. ഇതിന്റെ അസൽ ഇപ്പൊ കായത്ത് എന്ന് പറഞ്ഞാൽ കായൽ എന്ന് പറയുന്നത് കായലിൽ നിന്നാണ് കായൽ ഉണ്ടാകുന്നത്. അതിന്റെ അസല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കവല എന്നാണ്. എന്നപോലെ തന്നെ വായത്ത് എന്നുള്ളതിന്റെ അസല് അതിന് വവത്ത എന്നാണ്. വവത്ത അല്ലെങ്കിൽ വൗത്ത് എന്ന് പറഞ്ഞാൽ അൽ മുൻഹസിലുൽ വാസിഉ മിനൽ അർളി, ഒരു പ്രദേശത്തെ വിശാലവും താഴ്ന്നതുമായ പ്രദേശത്തെ കുറിച്ചാണ് അങ്ങനെ പറയാൻ. വഹുവ അശദ്ദു ഇൻഖിഫാലൻ വ ബുഅദൻ എന്ന് പറഞ്ഞു. അത് അകലം കൊണ്ടും താഴ്ച കൊണ്ടും വളരെ ശക്തമായ ഒരു സ്ഥലമാണത്. അതിനും പറയാം. റവ്വത്തൽ ബീറു എന്ന് പറഞ്ഞാല് ആത്തഹ എന്ന് പറഞ്ഞാൽ അതിനെ കുഴിച്ച്, ഒരു കിണർ കുഴിച്ച് താഴേക്ക് പോയി, അതിനാണ് ആത്ത എന്ന് പറഞ്ഞാൽ എന്ന് പിന്നെ ഭാഷയിൽ എഴുതി. ഹഫറഹ വ അബ്അദ കാറഹ, ഹഫറഹ ആ കിണറിനെ കുഴിച്ച്, വ അബ്അദ കാർ അതിന്റെ ആഴിയുടെ വിദൂരതയിലേക്ക് ഇറങ്ങിപ്പോയി. അതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഇതാണ്. അപ്പോ ഒരു പ്രദേശത്തിന്റെയോ ഒരു കിണറോ ഒക്കെ അതുപോലുള്ളതൊക്കെ കുഴിച്ച് ആഴിയിലേക്ക് ഇറങ്ങിപ്പോവുക, ആഴമേറിയ പ്രദേശം, വിശാലവും ആഴമേറിയതുമായ, താഴേക്ക് വളരെ ഇറങ്ങിയതുമായ ഒരു പ്രദേശം എന്നൊക്കെയാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇങ്ങനെ നിരവധി, മുഴുവൻ അവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മൂലാക്ഷരങ്ങള് ഓയിന് വാവ് ത്വാവ്, ഓയിന് വാവ് ത്വാവ്. കവല, അതായത് അതിനെ കൂട്ടി പറയുമ്പോൾ കാല എന്ന് പറയും. എന്നപോലെ റവത്ത എന്നാണ് റൂട്ട്, പക്ഷെ റാത്ത എന്ന് പറയും. അതിന്റെ ഇസ്മുഫായിലായിട്ട് വരുന്നത് വായിത്ത്. അതുപോലെ കാലട കായില് എന്ന് പറയുന്നത് പോലെ. സമുദ്രാന്തർഭാഗത്തുള്ള പവിഴങ്ങൾക്ക് വേണ്ടി മുങ്ങിപ്പോവുക, നമ്മളല്ല കിണർ കുഴിക്കുക, മുങ്ങിപ്പോവുക. താഴ്ന്ന അവസ്ഥയിൽ നിന്ന് മുങ്ങി താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഇതിലേക്ക് പോയി വരിക, അതാണ് താഴ്ന്ന അവസ്ഥ. അതിൽ നിന്ന് വരിക. പ്രശ്നങ്ങൾ പരിഹരിക്കാനും പഠിക്കാനും പരിഹരിക്കാനും അതിൽ മുഴുകുക
ഇതൊക്കെയാണ്. അതായത് മുഴുക, ഒരു കാര്യത്തിൽ മുഴുക, കിണർ കുഴിച്ച് ആഴിയിലേക്ക് പോവുക, ഇതൊക്കെയാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയും ഖുർആൻ പ്രത്യയശാസ്ത്രപരമായ ചർച്ചയായതുകൊണ്ട് വളരെ ആഴമേറിയ പ്രദേശം എന്ന് പറയുന്നത് ആശയതലത്തിലുള്ള താഴ്ചയാണ്. ആ താഴ്ചയിൽ നിന്നാണ് ഇവൻ വരുന്നത്, അവിടുന്നാണ് ഇവൻ വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മരീൽ എന്നത് പറഞ്ഞതുപോലെ തന്നെ, സഫർ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രദേശമാണ്. ഇപ്പൊ സബീൽ എന്ന് പറഞ്ഞാൽ എന്താ? വഴിയല്ലേ. പക്ഷെ ഖുർആൻ പറയുന്ന വഴി ഏതാണ്? ഖുർആനില് സബീലുള്ള പറയുന്നുണ്ട്, വയസുദ്ദൂന അൻ സബീലിഹി എന്ന് പറയുന്നുണ്ട്. ഖുർആനിൽ പറയുന്ന സബീലൊക്കെ എന്താണ്? എന്താ ഖുർആൻ പറയുന്ന സബീൽ? അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആബിരി സബീൽ എന്ന് പറഞ്ഞിടത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവര് ആബിരി സബീൽ എന്ന് പറഞ്ഞാൽ, വിഷയത്തിൽ നിന്ന് തെറ്റല്ല ഞാൻ വരാം. ഇവര് ആബിരി സബീൽ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് സംയോഗത്തിലൂടെയുള്ള അശുദ്ധിയുള്ള മനുഷ്യൻ പള്ളി കൂടി ആബിർ മുറിച്ചു കിടക്കുക, സബീൽ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ വഴിയാണ്. അതൊന്നും ഇപ്പൊ അവിടെ അർത്ഥമല്ല കേട്ടോ. സബീൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ആശയമാണ്, അവൻ്റെതായ വഴിയാണ്. ഇത് സബീലുള്ള അല്ല എന്ന് മാത്രം. സബീലുള്ളയാണെങ്കിൽ സബീലുള്ള എന്ന് പറയണം, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ലമീർ മടക്കിക്കൊണ്ട് സബീലിഹി, അവന്റെ മാർഗം എന്ന് പറയണം, അല്ലെങ്കിൽ അസബീൽ എന്ന് പറയണം. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ വഴി. അത് സബീൽ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ കോഴിക്കോട് അങ്ങാടി കൂടി നടക്കുന്ന ഏതെങ്കിലും വഴി എന്ന് ഖുർആനിൽ പറഞ്ഞ സബീലിന് അർത്ഥമുണ്ടോ? ഇല്ല. ഖുർആനിൽ പറയുന്ന സബീൽ ഏതാണ്? ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ വഴിയാണ്. അപ്പോ ആബിരി സബീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്രത്ത് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അബറ എന്നാണ് അതിന്റെ റൂട്ട് വേർഡ്, അക്ഷരങ്ങൾ. ഐന് ബാ റാ, അബറ. അബറ എന്ന് പറഞ്ഞാൽ മുറിച്ചു കിടന്നു എന്നൊരർത്ഥം ഉണ്ട്, പറയുന്ന ഒരു അർത്ഥം അതിനുണ്ട്. പക്ഷെ ഖുർആനിൽ ആ പദം ഉപയോഗിച്ചത് ഏതാണ്? ഇബ്രത്ത്, ഗുണപാഠം എന്നാണ്. അവന് അയാൾക്ക് അയാളുടേതായ വഴിയിൽ നിന്ന്, അയാൾ ഏതെങ്കിലും പ്രത്യേകമായ വഴിയിൽ അയാൾ എക്സ്പേർട്ടാണെങ്കിൽ ആ വഴിയിൽ നിന്ന് അയാൾക്ക് ചില പ്രാവീണ്യവും കഴിവും ഗുണപാഠങ്ങളും ഒക്കെ നേടിയ ഒരു വ്യക്തി. അപ്പൊ സ്വന്തം ഫീൽഡിൽ നിന്ന്, സ്വന്തം സബീൽ, സ്വന്തമായ ഫീൽഡിൽ നിന്ന്, സ്വന്തമായ വിജ്ഞാനത്തിന്റെയോ മറ്റേതെങ്കിലോ വഴിയിൽ നിന്ന് സത്യത്തെക്കുറിച്ചോ ധർമ്മത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ഒക്കെ അത് പറയാനുള്ള ജ്ഞാനം സ്വന്തമായി തന്നെ നേടിയ വ്യക്തികൾ ഉണ്ടാകാം. ആ വ്യക്തികൾ അവര് ആബിറായിരിക്കാം, അതിൽ പാഠം ഉൾക്കൊണ്ട എക്സ്പേർട്ടായ കഴിവ് നേടിയ, കഴിവ് തെളിയിച്ച വ്യക്തിയായിരിക്കാം. അതാണ് ഖുർആൻ ഈ പദം ഉപയോഗിച്ചത്. ഇബ്രത്ത് എന്ന് ഖുർആൻ ഉപയോഗിച്ചത് മനുഷ്യൻ നേടുന്ന വൈജ്ഞാനികമായ തലത്തെയാണ് ആ ഖുർആൻ ഉദ്ദേശിച്ചത്. പക്ഷെ വേറെ ഭാഷയിൽ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ വിട്ടുകിടക്കുന്നതിന് അങ്ങനെ പറയാറില്ലേ? പറയാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഖുർആനിൽ ഈ പദം ഇബ്രത്ത്, ആബിർ എന്നൊക്കെ ഉപയോഗിച്ചത് അവൻ വൈജ്ഞാനികമായി അവൻ്റെതായ ഫീൽഡിൽ അവൻ നേടിയ ചില ഗുണപാഠങ്ങളും ചില അറിവുകളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇവൻ അള്ളാഹുവിന്റെ കൽപ്പനകളെ തൊട്ട് കുറച്ചകന്നതാണ് നമ്മൾ. പക്ഷെ ഇങ്ങനത്തെ കഴിവ് നേടിയ ഒരു വ്യക്തിയാണെങ്കിൽ അവന് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. സത്യത്തെക്കുറിച്ച് പറയാൻ, നീതിയെക്കുറിച്ച് പറയാൻ, ധർമ്മത്തെക്കുറിച്ച് പറയാൻ, തന്റെ സഹജീവികളെ സഹായിക്കാൻ, ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിച്ച് ജീവിക്കേണ്ടതിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ, അത് അവനെ അതിൽ നിന്ന് മാറ്റി നിർത്തി. കാരണം അവൻ ആ രംഗത്ത് ചില കഴിവുകൾ നേടിയിട്ടുണ്ട്, മികവുകൾ നേടിയിട്ടുണ്ട്. അപ്പോ അതാണ്. അപ്പൊ ഖുർആനിൽ സബീൽ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സബീലിന് എന്താ അർത്ഥം? വഴി എന്നല്ലേ? അത് ഭൂമിയിലെ ഒരു പ്രദേശത്തിനല്ലേ അങ്ങനെ പറയാം? അതെ. പക്ഷെ ഖുർആൻ പറയുന്നത് ഏതാണ്? ആശയപരമാണ്. ഖുർആൻ പറയുന്ന സബീൽ എന്താണ്? പ്രത്യയശാസ്ത്രപരമാണ്. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ദൈവികമായ ആ പ്രത്യയശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അതിന്റെ നിർമ്മാണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അവനാണ് ബാനി, അവനാണ് ഇബ്ൻ, അവനാണ് നിർമ്മിക്കുന്നവൻ.
എന്നാ ഒരു കെട്ടിടം നിർമ്മിക്കുന്നവന് ബാനി എന്ന് പറയും. ബാനി കുത്തുബ് മിനാർ കുത്തുബുദ്ദീൻ ഐബക് എന്ന് പറയാറുണ്ട്. കുത്തുബ് മിനാറിന്റെ ശില്പി കുത്തുബുദ്ദീൻ ഐബക്കാണ്. ബാനി ദസ്തൂറുൽ ഹിന്ദ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ അംബേദ്കർ എന്ന് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്ന ഇബ്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? ഈ ആശയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി, അതിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ എന്നാണ്. അതാണ് ഇബ്നു അസ്സബീൽ. സാധാരണ വഴിയല്ല, ഇബ്നു അസ്സബീലാണ്, അള്ളാഹുവിന്റെ വഴിയാണ്. അതാണ് മാർഗപുത്രൻ, അതാണ് ഈ വഴിയുടെ പുത്രൻ എന്ന് ഖുർആനും. അപ്പൊ ഖുർആൻ പ്രത്യയശാസ്ത്രപരമായിട്ട് സംസാരിക്കുമ്പോൾ അത് അതിനെക്കുറിച്ച് ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശാരീരിക ശുദ്ധിയാണെങ്കിൽ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ 4 കാര്യമുള്ള മനുഷ്യന് ശാരീരികമായി അശുദ്ധമാകുന്ന 100,000 സന്ദർഭങ്ങളില്ലേ മനുഷ്യന് ശാരീരികമായി അശുദ്ധിയാവുന്നതും അതിനെ ശുദ്ധിയാക്കേണ്ടതിനെ കുറിച്ചും പറയാൻ? ഇതിനേക്കാൾ അശുദ്ധമായ സന്ദർഭങ്ങൾ വേറല്ല. ഇതിനേക്കാൾ അശുദ്ധമായ സന്ദർഭങ്ങൾ വേറെ നിരവധിയല്ലേ? അന്ന് അതല്ലേ പറയേണ്ടത്? രോഗത്തിനേക്കാൾ അശുദ്ധമായത്, യാത്രയേക്കാൾ അശുദ്ധമായത്, ഇത് വേറെയല്ലേ? ഇപ്പൊ എന്തൊക്കെ വചനങ്ങൾ ഇവിടെ അട്ടിമറിച്ചു. ഇവര് ജുനുബൻ എന്ന് അട്ടിമറിച്ചു. ആബിരി സബീൽ എന്ന് പറഞ്ഞ പള്ളി കൂടി മുറിച്ചു കിടക്കലാക്കി. ഖുർആൻ പറയുന്ന ഹൃദയത്തിലെ ആശയപരമായും വൈജ്ഞാനികമായും സദാചാരവും മാനസികവുമായ ദൗർബല്യത്തെ ശാരീരികമായ രോഗമാക്കി മാറ്റി. അപ്പൊ അഹദും നിങ്കുമ്മിൽ വായിത്തി എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഇവൻ ഒരു പ്രദേശത്തിന് ഏറ്റവും ആഴമേറിയതുമായ ഒരു പ്രദേശം എന്നതുകൊണ്ട് അവന്റെ ആശയപരമായിട്ടാണ് ആ താഴ്ന്ന പ്രദേശം. ആ നിലവാരത്തിൽ നിന്ന് ഉയർന്ന നിലവാരത്തിലേക്കുള്ള വരവാണ്. അതാണ് അവിടുന്നാണ് വന്നത്. അതിനെയാണ് ഇവര് വിസർജന സ്ഥലത്തു നിന്നും വരിക എന്നാക്കി മാറ്റിയത്. പിന്നോക്ക സമൂഹം ഇവർ പറയുന്നതാണ്. അപ്പോ താഴ്ന്ന സ്ഥലം തന്നെയാണ്, താഴ്ന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. അതെന്ത് താഴ്ന്ന സ്ഥലത്ത് നിന്ന്? ഞാൻ പറഞ്ഞല്ലോ, അൽ മുൻഹഫിലുൽ വാസിഉ മിനൽ അർളി എന്ന് പറഞ്ഞല്ലോ, അതാണ് ഇതിന്റെ അർത്ഥം. ഹഫറഹ വ അബ്അദ കാറഹ അസ്സഹലുൽ മുൻഹഫിലുൽ വാസിഉ, സമതലം, വളരെ താഴ്ന്നതും വിശാലവുമായ പ്രദേശം. അശബ്ദ കാറഹ, ആഴമേറിയ, അതിന്റെ ആഴി വളരെ ശക്തമായ ആഴിയുള്ള പ്രദേശം. അവിടുന്ന് വരികയെന്ന് എന്തിനാ ഇങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്നില്ലതിന് ഇവരെന്തായാലും വ്യാഖ്യാനം എഴുതിക്കണമെന്ന് നിങ്ങൾക്ക് കേൾക്കണം. ആദ്യ കാലഘട്ടത്തിലെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ സമൂഹം വിസർജനത്തിന് താഴ്വരയിലേക്ക്, താഴ്ന്ന പ്രദേശങ്ങളിലേക്കായിരുന്നു ഇറങ്ങിപ്പോയിരുന്നത്. എന്നിട്ട് വിസർജിച്ചിട്ട് അവിടുന്ന് കയറി വരില്ലായിരുന്നു. അതുകൊണ്ടാണ് താഴ്ന്ന പ്രദേശത്ത് നിന്ന് കയറി വന്നാൽ എന്ന് പറയാനുള്ള കാരണം എന്നാണ് ഇവർ എഴുതിയിട്ടുള്ളത്. അതാണ് നമ്മുടെ പരിഭാഷക്കാരൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഏതോ ഒരു പ്രാകൃത സമൂഹത്തിലെ ആളുകൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി താഴ്വരയിലേക്ക് പോയിരുന്നു. ഇവര് ഖുർആനെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനെ ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യന് വരെ പുതുമ തോന്നുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ പറയുന്ന കാര്യങ്ങളായിട്ടല്ല ഇവര് ഖുർആൻ. കോടാനുകോടി വർഷത്തിലെ ഏതോ ഒരു സൂചിക്ക് കുത്താനുള്ള ഇടവും പോലും ഇല്ലാത്ത അത്രയും ചെറിയ വർഷത്തെ 33 കൊല്ലത്തെ ആ ചെറിയ കാലഘട്ടത്തിലെ ആളുകൾ എന്താണ് ചെയ്തിരുന്നത്, എന്താ പറഞ്ഞിരുന്നത്, എന്താ ഒരു സ്വകാര്യം പറഞ്ഞിരുന്നത്, ഓലെന്താ വെച്ചിരുന്നത്, അവരെന്താ തിന്നിരുന്നത്, അവരെങ്ങനെ മലമൂത്ര വിസർജനം ചെയ്തിരുന്നത്, അവരെങ്ങനെ കിടന്നിരുന്നത് എന്ന കാര്യം മാത്രം സംസാരിക്കണം. അതിപ്പോ കോഴിക്കോടല്ല, കോഴിക്കോടങ്ങാടിയിൽ ഒരു നബി വന്നാല് അള്ളാഹ്ക്ക് ഇപ്പൊ അറിയില്ല ഈ കേരളത്തിന്റെ മറ്റു മൂലകളിലൊക്കെ എന്തൊക്കെയാ നടക്കണമെന്നും കൂടി അള്ളാഹ്ക്ക് അറിയാം. ഈ കോഴിക്കോടങ്ങാടിയിലെ 3-4 ആളുകളുടെ കാര്യം മാത്രം. നിങ്ങളെങ്ങനെ കക്കൂസിലേക്ക് പോണത് വരുന്നത്, അതാ ചർച്ച ചെയ്യണം. ഇപ്പോ ചൈനയിൽ എന്താ നടക്കണമെന്ന് അള്ളാഹ്ക്ക് അറിയില്ല, അമേരിക്കൻ പ്രസിഡന്റ് എന്താ ചെയ്യണമെന്ന് അള്ളാഹ്ക്ക് അറിയില്ല, വേണ്ട കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രി എന്താ ചെയ്യണമെന്നും അറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഇതിൽ ചർച്ച ഉണ്ടാവില്ല. വെറും ഈ കോഴിക്കോടങ്ങാടിയിലെ മറ്റേ കോയാക്കാനെ കുറിച്ചും ഈ കോയാക്കാനെ കുറിച്ചും മാമിൻ താത്താനെ കുറിച്ചും മൈമൂനാനെ കുറിച്ചും ഇവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്, ഓരെന്താ സ്വകാര്യം പറയുന്നത്, അവരെങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യാനിരിക്കുന്നത്, ഇതാണ് ചർച്ച ചെയ്യുന്നതെന്ന് അവര്.
അപ്പൊ കാലാതിവർത്തിയായ ഖുർആനിലെ പദങ്ങളെ കാലങ്ങളുടെ വളരെ ചെറിയൊരു കാലഘട്ടം, നീണ്ട ഒരു നീണ്ട നിരവധി നൂറ്റാണ്ടുകളിലൂടെ പോരുന്നതാണെങ്കിലും പോട്ടെ, അതുമല്ല, വളരെ ചെറിയ ഒരു കോടാനുകോടി വർഷത്തിൽ 23 കൊല്ലം എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാലഘട്ടം. പക്ഷെ ഖുർആൻ പറയുന്നത് ഇത് പൂർവീകരോടൊക്കെ പറഞ്ഞു തന്നെയാണ് നിന്നോടും പറയുന്നത്. ഇനി അവസാനം വരുന്ന മനുഷ്യന്റെ ചിന്തയിൽ വരെ പുതുമയും അവന് നന്മയും ഉണ്ടാക്കി തീർക്കാൻ പറ്റിയ, അവനെ പരിവർത്തിപ്പിക്കാൻ വരെ പറ്റിയ, അവന്റെ ജീവിത ശൈലിയെ വരെ മാറ്റിമറിക്കാൻ പറ്റിയ, മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത കാലാതിവർത്തിയായ കാലത്തെയോ ദേശത്തിന്റെയോ പരിമിതികൾക്ക് അപ്പുറത്തുള്ള വചനങ്ങളും പദങ്ങളുമാണ് ഖുർആനിലൂടെ പറയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ ഒരു സമൂഹത്തിൽ ഏതോ പിന്നോക്കക്കാരായ ഒരു സമൂഹം എവിടെയോ കക്കൂസിലേക്ക് പോകാൻ ഏതോ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നിട്ട് അവിടുന്ന് കയറി വന്നാൽ എന്ന രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച് ഇതിനെ കാലാതിവർത്തിയായ പ്രദേശങ്ങൾക്കും കാലത്തിനും അതീതമായ വചനങ്ങളെ പ്രദേശങ്ങൾക്കും കാലഘട്ടങ്ങൾക്കും പരിമിതപ്പെടുത്തപ്പെട്ടു. അതിലൂടെ അള്ളാഹുവിനെയും ഇവർ പരിമിതപ്പെടുത്തി, ദൈവികമായ അറിവുകളെയും ദൈവികമായ കഴിവുകളെയും ഇവർ പരിമിതപ്പെടുത്തി. ദൈവത്തിന് ഈ കോഴിക്കോടങ്ങാടിയിലെ 4 കാക്കാര വർത്താനം മാത്രമേ അറിയുള്ളൂ. അങ്ങ് ഈ കേരളത്തിലെ ആളുകൾ തന്നെ തമിഴ്നാട്ടിൽ എന്താണോ, കർണാടകത്തിൽ എന്താണോ, ആന്ധ്രയിൽ എന്താണോ, ബോംബെയിൽ എങ്ങനെയാണെന്നോ, ഇനി ഇന്ത്യ വിട്ട് ചൈനയിൽ എങ്ങനെയാണെന്നോ, പാകിസ്ഥാനിൽ എങ്ങനെയാണെന്നോ, ബംഗ്ലാദേശിലും അമേരിക്കയിലെന്നോ, അറബിയയിൽ എന്താ നടക്കണമെന്നോ അള്ളാഹ്ക്ക് അറിയില്ല. അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല, അവർക്കും വേണ്ട കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇങ്ങനെ ഇതിനെ വളരെ പരിമിതപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാക്കി ഈ സമൂഹം ഇതിനെ മാറ്റി. ഉന്നതമായ ആദർശത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഗ്രന്ഥം ആളുകൾ വിസർജനത്തിനു വേണ്ടി താഴ്വരയിലേക്ക് ഇറങ്ങുന്നതും കയറുന്നതും പറയാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഖുർആൻ ഉന്നതമായ മൂല്യങ്ങളെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത്. അതിന്റെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ സംസാരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത തത്വസംഹിതകളാണ് അതിൽ പറയുന്നത്. അതാത് മനുഷ്യർ അതാത് സമയങ്ങളിൽ നടത്തുന്ന വിസർജനത്തെക്കുറിച്ചൊന്നും പറയാനുള്ള ഗ്രന്ഥമല്ല ഈ വിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ഗ്രന്ഥമാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ, നമ്മൾ തർക്കിക്കാനൊന്നുമില്ല. പക്ഷെ ഇത് പറയാനുള്ള അവകാശം തരണം. ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ഈ ഗ്രന്ഥത്തെ ഇത് മനുഷ്യരാശിക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ്, 4 താടിക്കാർക്ക് വേണ്ടി അവതരിപ്പിച്ച ഗ്രന്ഥമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ലോകത്തിന് ഇത് പഠിക്കാനും അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് വിട്ടുകൊടുക്കണം. സമൂഹമേ, നിങ്ങളുടെ മോചനത്തിനും നിങ്ങളുടെ നന്മക്കും, മനുഷ്യ സമൂഹത്തിന്റെ മോചനത്തിനും അവരുടെ നന്മക്കും അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ സമാധാനത്തിനും വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥാണ് ഇത്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. പുരോഹിതന്മാരായ ഈ ഞങ്ങൾക്ക് പാരമ്പര്യമായി പൗരോഹിത്യം പതിച്ചു കിട്ടിയ ഞങ്ങൾക്ക് ഇത് പറയാൻ അവകാശമുള്ളൂ, അല്ലാതെ ആരെങ്കിലും ഇതിൽ മിണ്ടിയാൽ അവനെ ഞങ്ങൾ കൊന്നുകളയും എന്ന ഈ ധാർഷ്ട്യം, ഈ അഹങ്കാരം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ഇവിടുത്തെ എൻ്റെ സഹോദരങ്ങളായ പണ്ഡിതന്മാരോട് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതനുസരിച്ച് ജീവിച്ചോളൂ. പക്ഷേ ഈ ഖുർആനിന് അതിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ അതിൻ്റെ ആ തലത്തിൽ തന്നെ വായിക്കാനുള്ള അവകാശം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ അവർ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു അവകാശമെങ്കിലും അവർക്ക് വിട്ടുകൊടുക്കണം. ആ അവകാശം നിങ്ങൾ വിട്ടുകൊടുത്തില്ല, മൗലവിക്ക് വിട്ടുകൊടുത്തില്ല. പല ഖുർആനി പണ്ഡിതന്മാർക്കും നിങ്ങൾ അനുവദിച്ചില്ല. അതാ ഞാൻ പറയുന്നത്. പല ഖുർആനി പണ്ഡിതന്മാരെയും നിങ്ങൾ അനുവദിച്ചില്ല. ഞങ്ങൾക്കേ ഇത് വിശദീകരിക്കാൻ അവകാശമുള്ളൂ. ആരാ ഇത് വിശദീകരിക്കാൻ? ഞങ്ങളല്ലാതെ. നിങ്ങളെക്കാൾ പാണ്ഡിത്യം നേടിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് വകവെച്ചു കൊടുത്തില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വിഷയവുമായി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം സാന്ദർഭികമായി നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ അഭിസംബോധിതരായ നിങ്ങളല്ല, ഇത് കേൾക്കുന്ന അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്. അപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിലെ അവിടുത്തെ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും വിസർജനത്തിനും മറ്റുമുള്ള സൗകര്യങ്ങൾ
ഇത് മാത്രമല്ല, ഇതുവരെ വെറുതെ പറയാം, മോശമല്ലാത്ത രീതിയിൽ ആ രംഗത്തൊക്കെ സൗകര്യങ്ങളുള്ള ആളുകളിലായിരുന്നു ആ സമൂഹം. അത്ര മോശക്കാരൊന്നും ആയിരുന്നില്ല അവര്. മലമൂത്ര വിസർജനത്തിന് വരെ സൗകര്യമില്ലാതെ താഴ്വരയിൽ പോയി ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലൊന്നും ആയിരുന്നില്ല അവര്. അത് അവിടുത്തെ ഈ അടുത്ത കാലത്തെ അവസ്ഥ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പ്രവാചകന് മുമ്പ് തന്നെ അവിടുത്തെ ജനങ്ങൾ മലകൾ വരെ തുരന്ന് വീടുകൾ നിർമ്മിക്കാൻ വിദഗ്ധരായിരുന്നു എന്ന് പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. ഉദ്ഖനനം നടത്തിയ സ്ഥലങ്ങൾ പലതും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സംസ്കാരശൂന്യരായ പിന്നോക്കക്കാരാണ് അറബ് സമൂഹത്തെക്കുറിച്ച് ഇത്തരം പ്രയോഗങ്ങൾ, സംസ്കാരമില്ലാത്ത പ്രാകൃത സമൂഹങ്ങളായിരുന്നു അവര് എന്ന രൂപത്തിൽ ഇവര് അർത്ഥം കൊടുത്തത്. ഇത്തരം വഷളം കെട്ടുകഥകൾ അവരെക്കുറിച്ച് ഉണ്ടാക്കിയവർ വളരെ പിന്തിരിപ്പൻ മനസ്ഥിതിയുള്ളവരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർക്ക് ഈ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലായില്ല, ഉന്നതമായ ആശയങ്ങളെക്കുറിച്ച് മനസ്സിലായില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ആ കാലഘട്ടത്തിലെ ജനങ്ങൾ താഴ്ന്ന പ്രദേശം കണ്ടല്ലോ, ഇത് മലമൂത്ര വിസർജനം ആക്കി. അപ്പോ ആ കാലഘട്ടത്തിലെ സമൂഹങ്ങൾ മലമൂത്ര വിസർജനത്തിന് താഴ്ന്ന പ്രദേശത്തേക്കായിരുന്നു പോയിരുന്നത് എന്ന് അവരെ കുറിച്ച് മനഃപൂർവ്വം ഒരു വേല മനഃപൂർവ്വം എഴുതിയുണ്ടാക്കുകയാണ് ഇവർ ചെയ്തത്. അപ്പൊ സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇത് ഈ വചനത്തെ അവര് അങ്ങനെ മനസ്സിലാക്കി, അപ്പോ അതിന് കഥ മെനഞ്ഞു, ഒരു സമൂഹത്തെ അങ്ങനെ ഉണ്ടാക്കി. ഇവർ പലതും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇവർക്ക് ഖുർആനിന്റെ ഉന്നതമായ മൂല്യങ്ങൾ അറിയില്ല, അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ അതിനൊരു കഥ ഉണ്ടാക്കാം. അപ്പൊ ആയിഷാനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുക. ആയിഷ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആയിഷാക്ക് വേണ്ടിയിട്ട് ഒരു ആയത്തിറങ്ങി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മൈമൂൻ എന്തോ പറഞ്ഞു, അപ്പൊ സൂറത്ത് തഹരീം ഇറക്കി എന്ന് പറഞ്ഞു. ഒരു സൂറത്ത് തഹരീം ഇറക്കാൻ മൈമൂനി ആയിഷയും ഹഫ്സിനും പറഞ്ഞൊരു സ്വകാര്യം, അതിനാ സൂറത്ത് തഹരീം തന്നെ ഇറക്കി. ഇങ്ങനെ ഓരോ വചനത്തിന് ഇവരെ കാരണങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ അവർക്ക് മനസ്സിലാണില്ല എന്താണ് അവിടുത്തെ ഉന്നതമായ ആശയം. അപ്പൊ ഒരാള് ഒരു പെണ്ണിനെ കാര്യം തീർത്തു, ഒരു പെണ്ണിനോട് ഇതിന്റെ അമ്മാനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പിന്നെ കെട്ടുപിരിഞ്ഞു. പിന്നെ ഓര് തമ്മിൽ യോജിക്കണമെങ്കിൽ ഇനി എന്താ ചെയ്യണം, ഓർക്ക് പിന്നെ യോജിക്കണം എന്ന് തോന്നി ഇവിടെ അടുത്ത് വന്നു. അപ്പോഴാണ് കഥ സമയല്ലാഹു കൗലല്ലത്തി തുജാദിലുക എന്നുള്ള ആയത്തിറങ്ങിയത്. അവിടുത്തെ സന്ദർഭം വിഷയം തന്നെ അതുപോലുമല്ല. അപ്പൊ ഇങ്ങനെ ഇവർക്ക് മനസ്സിലാകുന്നില്ല അതെന്താണ്. അപ്പൊ ഒരു കഥ ഉണ്ടാക്കും. ഔക്കല്ലതീ മറ അല കറിയത്തിൽ തന്നെ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോയി എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്താണെന്നും അറിയില്ല, നടന്നു പോക്കാൻ എന്താണെന്നും അറിയില്ല. അപ്പൊ അത് നടന്നു പോക്കന്നെയാക്കി. അപ്പൊ അവർ ഉണ്ടാക്കിയ ഒരാളിങ്ങനെ നടന്നുപോയി. അപ്പൊ അവിടെ കുറെ പിന്നെ ഒരു തോട്ടം കണ്ടു. ഇത് നശിക്കൂല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിങ്ങനെ നശിച്ച് കിടക്കണ കണ്ടു. അപ്പൊ അള്ളാഹു അവനെ മരിപ്പിച്ചു, പിന്നെ നീപ്പിച്ചു. ഇങ്ങനെ കഥകളും എന്താ ആശയം, എന്താ വചനത്തിന്റെ ആശയം എന്നറിയില്ല. എന്ന പോലെ ഇവിടെ വായിത്ത് എന്താന്ന് മനസ്സിലായില്ല. താഴ്ന്ന പ്രദേശം എന്നതിന്റെ അർത്ഥം കണ്ടു. അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നു, അർത്ഥമുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? താഴ്ന്ന പ്രദേശത്തുനിന്ന് കയറി വരികയെന്നാക്കി. താഴ്ന്ന പ്രദേശത്തുനിന്ന് കയറി വരികയെന്നാക്കി. അപ്പൊ എന്തിനാ താഴ്ന്ന പ്രദേശത്തുനിന്ന് കയറി വരുന്നത്? അപ്പൊ ഒരാക്കി അത് മലമൂത്ര വിസർജനത്തിനാണ് അവർ പോയിരുന്നത്. അപ്പൊ മലമൂത്ര വിസർജനത്തിന് അപ്പൊ തോന്നി. അപ്പൊ അവര് കുണ്ടിൽ ഓടലാണ്. കുണ്ടിൽ ഏതെങ്കിലും കുഴി പിന്നെ താഴ്വരയിലേക്ക്, അഗാധമായി താഴ്ന്ന പ്രദേശത്തേക്ക് ഓടി അവിടെ കാര്യം നിർവഹിച്ച് അവിടുന്ന് കയറി വരലാണ് എന്നാക്കി മാറ്റി. ഇവിടെ അൽ എന്ന് ചേർത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു സാധാരണ വായിത്തല്ല എന്നുള്ളത് വ്യക്തമാക്കണം. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന വായിത്താണെങ്കിൽ അൽ ഗായിത്ത് എന്ന് പറയില്ല, അല്ലിട്ട് പറയില്ല. ഇതൊരു പ്രത്യേകമായ വായിത്താണ് എന്നുള്ളത് ഇത് അൽ എന്നുള്ളത് ഇട്ട് പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അൽ കിതാബ് എന്ന് പറഞ്ഞ പ്രത്യേകമായ ഒരു കിതാബാണ്. രാജ്യത്തുള്ള ഏത് പുസ്തകമാണെങ്കിൽ വെറും കിതാബെന്നേ പറയുള്ളൂ. അത് വ്യതിരിക്തമായി അതിനെ അല്ലിട്ടുകൊണ്ട് പ്രത്യേകമാക്കിക്കൊണ്ട് പറയില്ല. പ്രത്യേകമാക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ സാധാരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു മാറ്റമുള്ളതോ അല്ലെങ്കിൽ സംസാരിച്ചു പോരുന്നതോ ആയ ഒന്നാക്കാം.
ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ പ്രസ്തുത എന്ന് പറയാൻ വേണ്ടി ചിലപ്പോൾ അത് കിതാബ് അല്ലിട്ടത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് സാധാരണത്തേതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായിരിക്കാം. ഈ രണ്ട് കാരണങ്ങളില്ലാതെ അല്ലിട്ട് പറയില്ല. ഇവിടെ അല്ലിട്ട് പറയാൻ ഇങ്ങനത്തെ ഒന്നിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു പോന്നിട്ടില്ല ഇതുവരെ. പ്രസ്തുതമായിട്ട് എന്ന് പറയണമെങ്കിൽ അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത് ഇവിടെ. അപ്പൊ ഇത് അൽവായത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊരു പ്രത്യേകമായ ഒന്നാണ്, പ്രത്യേകമായ ഒരു താഴ്ന്ന പ്രദേശമാണ്, ഒരു നിശ്ചിത ആയത്താണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഇവര് ഈ രൂപത്തിൽ പ്രവാചകനെയും അവന്റെ അനുചരന്മാരെയും മോശമാക്കി ചിത്രീകരിക്കാം. മറുഭാഗത്ത് ഇവരെന്ത് ചെയ്യും? അബൂ സുഫിയാനെയും അബൂജാഹിലിനെയും അബൂലഹബിന്റെയും മഹിമയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും, അതിന്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കും, അവരുടെ സമ്പന്നതയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പക്ഷേ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചും പ്രവാചകന്റെ അനുയായികളെ കുറിച്ചും പറയുമ്പോൾ വളരെ മോശമായിട്ടും ഈ പരിഭാഷകളിൽ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പടയങ്കി വരെ ഒരു ജൂതന്റെ വീട്ടിൽ പണയം വെച്ചിരിക്കുകയാണ് ആയിരുന്നു പ്രവാചകൻ മരിച്ചപ്പോൾ എന്നുവരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സാധാരണ യഹൂദന്റെ പ്രവാചകന്റെ കഴുത്തിൽ മുണ്ടിട്ട് പിടിച്ചു എന്നുവരെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. പ്രവാചകന്റെ പടയങ്കി വരെ ഒരു യഹൂദന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്നും ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അബൂജാഹിലിന്റെയും അബൂലഹബിന്റെയും അബൂ സുഫിയാന്റെയും മഹത്വങ്ങൾ ഇവർ വർണ്ണിക്കുന്നു. അതുപോലെ അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ കഅബയുടെ വീട്ടിൽ കഅബാലയത്തിൽ കിടന്ന അത്രക്കും പവിത്രത അവർ കൊടുക്കും. അവരുടെ സമ്പന്നതയെക്കുറിച്ച് ഇവർ വർണ്ണിക്കും, അവരുടെ മഹത്വത്തെക്കുറിച്ച് ഇവർ വർണ്ണിക്കും. പക്ഷേ ഗതികെട്ട യാതൊരു ഭിക്ഷക്കാരെ പോലെയുള്ള അവസ്ഥയിൽ, അതാണല്ലോ ഈ മലമൂത്ര വിസർജന രീതിയൊക്കെ, മുസ്ലിങ്ങളുടെ മലമൂത്ര വിസർജന രീതിയൊക്കെ ഇങ്ങനെ പറയുന്നത്. ഒരു ഗതികെട്ട, ഒന്നിനും ഗതിയില്ലാത്ത, നിവൃത്തിയില്ലാത്ത ഒരു സമൂഹമായിട്ട്, സാംസ്കാരികമായി ഒന്നും ഔന്നിത്യമില്ലാത്ത ഒരു സമൂഹമായിട്ട് ഇവര് മുസ്ലിങ്ങളെ ചിത്രീകരിക്കുകയും ചെയ്യും. അപ്പൊ രണ്ടാണ്. ഒരു കൈ കൊണ്ട് ഒരു ഭാഗത്ത് അവര് ഇവരൊക്കെ മഹത്വവൽക്കരിക്കുകയും അവരെ ഉന്നതരാക്കുകയും, മറുഭാഗത്ത് പ്രവാചകനെയും പ്രവാചകന്റെ അനുയായികളെയും വളരെ മോശക്കാരാക്കിയിട്ടും ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ ഈ വചനത്തിൽ നിന്നും മനസ്സിലാകുന്നത് അൽവായത്ത് എന്ന് പറയുന്ന പദം താഴേക്ക് തട്ടിൽ കിടക്കുന്ന ഒരു കഷ്ണം നിലത്തെക്കുറിച്ചല്ല പറയുന്നത്, ഒരു പൊത്ത് ഭൂമിയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അറിവിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും മനസ്സിലാക്കുന്ന രംഗത്തുള്ള അവന്റെ നിലവാര തകർച്ചയെക്കുറിച്ചാണ്. അറിവും വിജ്ഞാനവും ആശയവും നേടുന്ന രംഗത്തുള്ള, അത് ഉൾക്കൊള്ളുന്ന രംഗത്തുള്ള അവന്റെ നിലവാര തകർച്ചയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഞാൻ പറയുന്നത്. ഇതാണ് ആ രംഗത്ത് പറയാനുള്ളത്. ഇനി അന്നിസ എന്നുള്ള പദം, തയമ്മം എന്നുള്ള വാക്ക്, ഇപ്പോൾ 4 നിബന്ധനകൾ ഇവർ വെച്ച 4 നിബന്ധനകൾ നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് അന്നിസ എന്നുള്ള പദവും തയമ്മം എന്നുള്ള പദവും. ഇതൊക്കെ വിശദീകരിച്ചാലേ ഈ ആശയം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് നമുക്ക് തുടർന്ന് അങ്ങോട്ട് ആ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം.